Hello. Good afternoon all. Hello. Good afternoon, miss. Good afternoon, ma'am. Okay, good afternoon. മാമിന്റെ സൗണ്ട് ഭയങ്കര ലോ ആയിട്ടിരിക്കണേ. അല്ല ഞാൻ ഇപ്പോ തുടക്കം ഇതാണ് സൗണ്ട് എടുക്കുക ക്ലാസ് എടുക്കാം. ഗുഡ് മോർണിംഗ് മാം ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. പറഞ്ഞോളൂ. എനിക്ക് എപ്പോഴും 3:30 തൊട്ടിലെ ക്ലാസ് എന്താ പറയല് 3 മണി തൊട്ടുള്ള ക്ലാസ് പകുതി കാണും, പിന്നെ അങ്ങോട്ടേക്ക് കാണാൻ പറ്റൂല. നെറ്റ് ഒന്നെങ്കില് സ്ലോ ആയിരിക്കും, ഒന്നും കേൾക്കൂല, അങ്ങനെല്ലാം ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ക്ലാസ് എന്തായാലും റെക്കോർഡഡ് ആയിട്ടുണ്ടാവും. നിങ്ങൾക്ക് ക്ലാസ് റൂമിലെ ക്ലാസ് കേൾക്കാൻ പറ്റും. അന്നേരം മാമിനോടൊന്നും ഇങ്ങനെ അങ്ങോട്ടേക്കൊന്നും ചോദിക്കാനൊന്നും പറ്റില്ലല്ലോ. അന്നേരം റെക്കോർഡ് ക്ലാസ് കേൾക്കുമ്പോ പിന്നെ അടുത്ത ക്ലാസ് ആവണ്ടേ, അങ്ങനെ ഞാൻ വിചാരിച്ചു. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ വെച്ചോളൂ. ഇപ്പോൾ ഈ ടൈമിൽ ഡൗട്ട് ക്ലിയർ ചെയ്യുന്ന ടൈമിലൊക്കെ ചോദിക്കാം. ഓക്കെ മാം. പിന്നെ എങ്ങനെ സാറ്റർഡേ സൺഡേ ഒക്കെ അടിച്ചു പൊളിച്ചു അല്ലേ? നമുക്ക് ക്ലാസ് ഇതൊക്കെ എടുത്ത് വായിച്ചു നോക്കിയിരുന്നോ? വില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് ഒക്കെ എടുത്ത് വായിച്ചു നോക്കിയായിരുന്നോ? ആരെങ്കിലും വായിച്ചായിരുന്നോ? എന്തെങ്കിലുമൊക്കെ മനസ്സിലാകുന്നുണ്ടോ? വായിച്ചായിരുന്നു മാം, പക്ഷെ ഭയങ്കര ഇങ്ങനെ ഒരു ടഫ് പോലെയെല്ലാം തോന്നുന്നു ചില ഇതെല്ലാം കാണുമ്പോൾ. എന്തോ പറയാനുണ്ട്? ക്ലിയർ ആവുന്നില്ല. മനസ്സിലാവുന്നുണ്ട് മാഡം. ചിലപ്പോ എന്തെങ്കിലും വിട്ടുപോയി എന്ന് പറഞ്ഞല്ലോ, വീക്ക് എന്തോ ഇടയ്ക്ക് വെച്ച് ബ്രേക്ക് ആയി പോയി എന്ന് പറഞ്ഞല്ലോ. ചിലപ്പോ അതുകൊണ്ടായിരിക്കും വായിച്ചിട്ട്. എന്തായാലും ക്ലാസ് ഒന്ന് കേട്ട് നോക്കൂ, അപ്പൊ ചിലപ്പോ മനസ്സിലായി പോകും. ഇടയ്ക്ക് ബ്രേക്ക് ആയി പോയി എന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ടായിരിക്കും ചിലപ്പോ അങ്ങനെ മനസ്സിലാവാത്തത്. സാധാരണ എനിക്ക് തോന്നുന്നു ആ 2-3 ഒരു സ്റ്റാർട്ടിങ് മാത്രമേ ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ. അതിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ടാണ് നമ്മുടെ ടൈപ്സ് കിടക്കുന്നത്. അതുകൊണ്ട് അത് വായിച്ചു പോയാൽ എളുപ്പം ഉണ്ടാവും. ഇനി എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ, അങ്ങനെ ക്ലിയർ ചെയ്ത് തരാം. ഇനി അപ്പൊ വേറെ ആർക്കെങ്കിലും നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം? എന്തെങ്കിലും ഉണ്ടോ? എന്തെങ്കിലുമൊക്കെ വായിച്ചു നോക്കിയിട്ട് എന്തെങ്കിലും ഒന്ന് എന്താ പറയുക, ടൈപ്സ് ഓഫ് വില്ലേജ് ബേസ്ഡില് നമ്മൾ എത്ര എണ്ണം പഠിച്ചു? ആരെങ്കിലും ഒന്ന് പറയാമോ? എത്ര ടൈപ്സ് ആണ് നമ്മൾ പഠിച്ചത്? എവിടെ വരെ ആയി എന്നുള്ള നിങ്ങൾ ആരെങ്കിലും തന്നെ ഒന്ന് പറയോ? ഹലോ, എവിടെ വരെ ഞാൻ ടൈപ്സ് ഓഫ് വില്ലേജ് വേസ്റ്റില് എടുത്ത് നിർത്തിയതെന്നൊന്ന് പറയാമോ? സ്റ്റെപ്സ് വരെ. സ്റ്റെപ്സ് വരെ ഇല്ലല്ലോ, സ്റ്റെപ്സ് കഴിഞ്ഞിട്ട് ഞാൻ എടുത്തല്ലോ. വില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് വരെ എടുത്തു. ഷാർപ്സ് വില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് വരെ ഞാൻ എടുത്തായിരുന്നു. സ്റ്റെപ്സ് കഴിഞ്ഞിട്ട് ഒരു ക്ലാസ്സും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. മിസ്സായി പോയിട്ടുണ്ടാവും, കാണാൻ പറ്റില്ല. ഷാർപ്സ് വില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് വരെയാണ് ഞാൻ എടുത്തത്. ഓക്കെയാണ്. അപ്പം നമുക്ക് നമ്മുടെ സാധാരണ രീതിയിലേക്ക് തന്നെ പോകാം. ലാസ്റ്റ് 10 മിനിറ്റ്സിൽ നമുക്ക് ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്യാം. ക്ലാസ് എടുക്കട്ടെ? ഓക്കെ അല്ലേ? യെസ് മാം. ഓക്കെ. അപ്പൊ നമ്മള് പറഞ്ഞു നിർത്തിയത് എന്താ? ഷാർപ്സ് വില്ലേജ് വേസ്റ്റ് വരെയാണ് പറഞ്ഞു നിർത്തിയത്. അപ്പൊ നമുക്ക് അതിന്റെ കണ്ടിന്യൂവേഷൻ എടുക്കാറുണ്ട്. ആദ്യത്തെ 3 എണ്ണം കഴിഞ്ഞേക്കണ കാരണം നിങ്ങൾക്ക് അതിന്റെ തന്നെ അത് തന്നെയായിരിക്കും മിക്കവാറും ഇതുകളൊക്കെ എന്താ പറയുക, അതേ പോയിന്റ്സ് ഒക്കെ തന്നെ റിപ്പീറ്റ് ചെയ്യുന്നതുണ്ട് താഴെയുള്ള ഇതുകളിലെല്ലാം. അപ്പൊ അതുകൊണ്ട് ഈ 3 പോയിന്റ്സ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ താഴേക്കുള്ളത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി എടുക്കാൻ സാധിക്കും. കാരണം ഈസി ആയിരിക്കും, കാരണം അത് മിക്കവാറും അത് തന്നെയാണ് പറഞ്ഞ് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. അപ്പോ നെക്സ്റ്റ് എന്ന് പറയുന്നത് കെമിക്കൽസ് വില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് ആണ്. ഞാൻ ജസ്റ്റ് ഒന്ന് ആദ്യം തുടങ്ങി ജസ്റ്റ് ഒന്ന് ടൈപ്സ് മാത്രം ഒന്ന് പറഞ്ഞേക്കാം. അതായത് വില്ലേജ് വേസ്റ്റ് ഹോസ്പിറ്റലിലാവുമ്പോൾ നമുക്കറിയാം വളരെ കെയർഫുൾ ആയിരിക്കണം, അസുഖങ്ങളൊക്കെ വരാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് അത് എടുത്തെടുത്ത് പഠിപ്പിക്കുന്നത്. അപ്പൊ നമ്മൾ ആദ്യത്തെ വില്ലേജ് വേസ്റ്റ് എന്ന് പറഞ്ഞത് ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡസ് വില്ലേജ് ആണ് പറഞ്ഞത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് മെർക്കുറിസ് വില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് ആണ്. അതിനുശേഷം പറഞ്ഞത് എന്താ? ഷാർപ്സ് വില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് ആണ്. ഇതിൽ 3ലും
എങ്ങനെയൊക്കെയാണ് എവിടെയൊക്കെയാണ് ഇത് സംഭവിക്കുന്നതെന്നും അത് നിന്ന് റിക്കവർ ആയ ആ വേസ്റ്റ് എങ്ങനെ എന്തൊക്കെ സ്റ്റെപ്പിലൂടെയാണ് അത് റിക്കവർ ചെയ്ത് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കി. നെക്സ്റ്റ് എന്ന് പറയുന്നത് കെമിക്കൽസ് വില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് ആണ്. നമുക്കറിയാമല്ലേ കെമിക്കൽ എന്നൊക്കെ പറഞ്ഞ സാധാരണ രീതിയിലുള്ള വില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് അതൊക്കെ വളരെ കെയർഫുൾ ആയിട്ട് കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം അത് എന്താ പറയുക ഹെൽത്തി പേഴ്സൺസിന് മാത്രമല്ല അന്തരീക്ഷത്തിൽ കൂടുതൽ വളരെയധികം പ്രോബ്ലം സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു വില്ലേജ് വേസ്റ്റ് ആണ്. അപ്പൊ നമുക്ക് നോക്കാം. Evaluate the state zone like a minor or major spill. ഈ കെമിക്കൽ എന്ന് പറയുന്നത് അത് വളരെ ചെറിയ തോതിലാണോ അതിന്റെ വില്ലേജ് വേസ്റ്റ് എന്നുള്ളത്, അല്ലെങ്കിൽ മേജർ വളരെ ഒത്തിരി എന്താ പറയുക അറ്റ്മോസ്ഫിയറിനെ കൂടി ബാധിക്കുന്ന രീതിയിലാണോ ഈ വില്ലേജ് വേസ്റ്റ് വന്നിരിക്കുന്നത് എന്ന് ആദ്യം തന്നെ എവാലുവേറ്റ് ചെയ്യുക. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ആദ്യം തന്നെ അത് മനസ്സിലാക്കുക. ചെറിയൊരു പ്രോബ്ലം ആണോ അല്ലെങ്കിൽ വലിയൊരു പ്രോബ്ലം ആണോ സൃഷ്ടിച്ചിരിക്കുന്നത്, ഇത് മൂലം ഉണ്ടായിരിക്കുന്ന വേസ്റ്റ് എന്ന് പറയുന്നത് വളരെ വലുതാണോ ചെറുതാണോ ആദ്യം തന്നെ എവാലുവേറ്റ് ചെയ്യുക. നെക്സ്റ്റ് എവിക്ട് ദ ഏരിയ. നേരത്തെ നിങ്ങൾ അസുഖം തോന്നുന്നു നമ്മളോട് പറഞ്ഞിരുന്നു എവിക്ട്, അതെ മാറി നിൽക്കുക, നമ്മൾ ഒഴിവാക്കുക എന്നുള്ള പദത്തിനേക്കാളും ചേർന്നത് മാറി നിൽക്കുക. എന്താ ഇഫ് ദ സ്മെൽ ഈസ് ഇമ്പോർട്ടന്റ് എവിക്ട് ദ ഏരിയ ആൻഡ് കോൾ എമർജൻസി സർവീസസ്. അതായത് ആ ഭാഗത്ത് നിന്ന് അങ്ങനെ വില്ലേജ് സംഭവിച്ചിരിക്കുന്ന ഭാഗത്ത് നിന്ന് ഒഴിവായി നിൽക്കുക. ആൻഡ് കോൾ എമർജൻസി സർവീസസ്. എന്താ പ്രധാനപ്പെട്ടത് സാധാരണ എല്ലാവർക്കും കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോബ്ലം അല്ല അത്, അല്ലെ? അപ്പൊ അത്രയും ട്രെയിൻഡ് ആയിട്ടുള്ള പേഴ്സൺസിനെ അറിയിച്ച് അവരുമായി എമർജൻസി ഡിപ്പാർട്ട്മെന്റുമായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ടാണ് ഈ വില്ലേജ് ഒഴിവാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോ ആദ്യം തന്നെ ആ പ്ലേസിൽ നിന്നും പ്രധാനമായിട്ടും അവിടെ നിന്ന് മാറി നിന്ന് എമർജൻസി കോൾ സർവീസ് യൂട്ടിലൈസ് ചെയ്യുക, ഉപയോഗിക്കുക. നെക്സ്റ്റ് പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്. നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. എന്താ ആ പ്ലേസിലേക്ക് ഇൻ കേസ് ആർക്കെങ്കിലും പ്രവേശിക്കണമെങ്കിൽ ആ ഭാഗത്തേക്ക് തന്നെ പോയി ഇപ്പൊ മറ്റുള്ളവർ അങ്ങോട്ടേക്ക് കിടക്കാതിരിക്കണമെങ്കിൽ തന്നെ എന്താ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് യൂസ് ചെയ്യണം, അല്ലെ? പേഴ്സണൽ ഷുഡ് ബി യൂസ് സ്യൂട്ടബിൾ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്. എന്താ PPE കിറ്റ് അത് ധരിച്ചിരിക്കണം, ലൈക്ക് ഗ്ലൗസ്, ഗൂഗിൾസ് ആൻഡ് റെസ്പിറേറ്ററീസ് ബിഫോർ ഗോയിങ് ടു ദ സ്പിൽ to avoid a connection with the chemical and avoid the inhalation of a chemical smoke. നമുക്കറിയാം എന്താണ് അതിനനുസൃതമായിട്ടുള്ള പ്രിക്കോഷൻസ് നിറഞ്ഞ പ്രൊട്ടക്ഷൻ നിറഞ്ഞ വസ്തുക്കൾ നമ്മൾ ഉപയോഗിക്കണം, അല്ലെ? ഗ്ലൗസ് ഉപയോഗിക്കണം, ഗൂഗിൾസ് എന്ന് വെച്ചാൽ ഇന്നത്തെ ആസ്പെക്ട്സ്, അല്ലെ? നമ്മുടെ കണ്ണിലേക്ക് പെട്ടെന്ന് തന്നെ ഈ കെമിക്കൽസ് ഒന്നും റിയാക്ട് ചെയ്ത് നമ്മുടെ കാഴ്ചശക്തിയൊന്നും നഷ്ടപ്പെടാത്ത വിധത്തിലുള്ള ഗ്ലാസുകൾ. ആൻഡ് റെസ്പിറേറ്ററീസ്, നമ്മുടെ ശ്വാസകോശവുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്, അല്ലെ? കെമിക്കൽസ് ഒക്കെ ശ്വസിച്ചു കഴിഞ്ഞാൽ അത്തരം അസുഖങ്ങൾ വരാം. അപ്പൊ അതുകൊണ്ട് അത്തരത്തിലുള്ള പ്രിക്കോഷൻസ് നിറഞ്ഞ കിറ്റുകൾ, അതായത് സുരക്ഷിതമായിട്ടുള്ള എക്യുപ്മെന്റ്സ് യൂസ് ചെയ്യണം. Then before going to spill to avoid a connection with the chemical and avoid inhalation of a chemical smoke. ഇതേമാതിരി തന്നെ പറയാണ് സ്മോക്ക്, അത് നമ്മളുടെ ശ്വാസകോശത്തിനാണ് അത് കൂടുതൽ സംഭവിക്കുന്നത്, അല്ലെ? ശ്വസിക്കുമ്പോഴാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ടും അത്തരത്തിലുള്ള കാര്യങ്ങൾ വരാതിരിക്കാനായിട്ടുള്ള പ്രിക്കോഷൻസ് നമ്മൾ എടുത്തിരിക്കണം. അവിടെ നിന്ന് കണക്ഷൻ, അവിടെ നിന്നും നമ്മൾ എന്താ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രോബ്ലം സംഭവിച്ച ഏരിയയിൽ നിന്നും വിട്ടുപോകാനായിട്ടും ഇൻ കേസ് ഇങ്ങനെ അവിടേക്ക് പോകേണ്ടി വരികയാണെങ്കിൽ നല്ല പ്രിക്കോഷൻസ് നിറഞ്ഞ പ്രൊട്ടക്ഷൻ നിറഞ്ഞ വസ്തുക്കൾ ഉപയോഗിച്ചിട്ട് പോകാനും പാടുള്ളൂ. നെക്സ്റ്റ് കണ്ടെയ്ൻ ദ സ്പില്ല്. Contain the spill എന്താന്ന് നോക്കി. Use absorbent material such as absorbent pads to contain the spill and prevent it from spreading. നമ്മൾ എല്ലാത്തിലും പറയുന്ന ഒരു കാര്യം തന്നെയാണ് ഇവിടെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിരിക്കുന്നത്. എന്താ? അബ്സോർബന്റ് മെറ്റീരിയൽസ്, അല്ലെ? ആഗീരണം ചെയ്യുന്ന മെറ്റീരിയൽ. ഇൻ കേസ് കെമിക്കൽസ് ആണെങ്കിൽ ഇൻഹാലേഷൻ എന്ന് പറയുന്ന വേർഡ് എന്താ? ശ്വസനവുമായി ബന്ധപ്പെട്ട ഒരു സംഭവമാണ് അത്. ഇൻഹാലേഷൻ ഓഫ് കെമിക്കൽ സ്മോക്ക്, അത് നമുക്ക് ശ്വസനവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രോബ്ലംസ് വരികയാണെങ്കിലുള്ള ഒരു സംഭവം. അതിനെ ഒഴിവാക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും പ്രൊട്ടക്ഷൻസ് യൂസ് ചെയ്യണമെന്ന്. ഇൻഹാലേഷൻ ഓഫ് കെമിക്കൽ സ്മോക്ക്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് contain the spill. Use absorbent materials such absorbent pads to contain the spill and prevent it from spreading. Place the material in a labeled dangerous waste bag of the container for discarding.
നമ്മൾ മിക്ക പോയിന്റിലും ഇത് കണ്ടിന്യൂസ് ചെയ്ത് പറയുന്ന വേറൊരു പോയിന്റും കൂടിയാണിത്. എന്താണ് അബ്സോർബന്റ് അല്ലെ? ആ വസ്തുക്കള് ആ കെമിക്കൽസ് ആഗിരണം ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്യുക. such as absorbent pads to contain the spill and prevent it from spreading. സ്പ്രെഡ് ചെയ്യാതിരിക്കാനുള്ള പ്രിവെന്റ് അല്ലെ മുൻകരുതലുകളോട് കൂടിയ സംഭവങ്ങൾ യൂസ് ചെയ്യാം. Place the materials in a labeled dangerous waste bag of the container for discarding. എന്നിട്ട് എവിടെ നിക്ഷേപിക്കണം? ഇത്തരത്തിലുള്ള ലേബൽ ചെയ്ത അല്ലെ ഡേഞ്ചറസ് എന്ന ലേബൽ ചെയ്ത കണ്ടെയ്നേഴ്സിൽ ഇത്തരം മെറ്റീരിയൽസ് എല്ലാം നമ്മൾ യൂസ് ചെയ്യുന്ന ഈ മെറ്റീരിയൽസ് എല്ലാം നിക്ഷേപിക്കണം. നെക്സ്റ്റ് ക്ലീൻ അപ്പ് ദ സ്പില്ലർ. കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ലേ? നിങ്ങൾക്ക് മനസ്സിലായി പോകുന്നില്ലേ പറയുന്നത്? ഹലോ, ഓക്കെ അല്ലേ? എന്റെ ഒപ്പം പോകാം. മനസ്സിലായി പോകുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ. അപ്പൊ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഓക്കെ എന്ന് പറയുന്നുണ്ട്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ക്ലീൻ അപ്പ് ദ സ്പില്ലർ. ഒക്കെ ക്ലീൻ ചെയ്യുക. യൂസ് സ്യൂട്ടബിൾ സ്പിൽ കിറ്റ്സ് ഓർ സ്റ്റിക്ക് ടു മാനുഫാക്ചേഴ്സ് ഡയറക്ടീവ് ഫോർ ദ എക്സാക്ട് യൂസ് ഓഫ് അബ്സോർബന്റ് മെറ്റീരിയൽസ് ടു ക്ലീൻ അപ്പ് ദ സ്പിൽ. അല്ലെ നമ്മൾ നേരത്തെ പറഞ്ഞ മാത്രം തന്നെ മാനുഫാക്ചേഴ്സ് പറയുന്ന അല്ലെ ഇന്ന സൊല്യൂഷൻസ് ഒക്കെ യൂസ് ചെയ്യാം അത് ക്ലീൻ ചെയ്യാനായിട്ട്. അത് ഇത്തരം രീതിയിലുള്ള സൊല്യൂഷൻസ് ഒക്കെ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പൊ മാനുഫാക്ചേഴ്സ് നിർദ്ദേശിക്കും ഇത്രയും പെർസെന്റേജിലുള്ള സൊല്യൂഷൻസ് ഒക്കെയാണ് ഇന്ന സ്ഥലത്ത് യൂസ് ചെയ്യുന്നത്. അതിനനുസരിച്ചുള്ള രീതിയിൽ തന്നെ ക്ലീൻ ചെയ്യണം അല്ലെ. നേരത്തെ നമ്മൾ പഠിച്ചു ഇത്ര ടൈം അവിടെ നമുക്ക് യൂസ് ചെയ്തിട്ട് വേണം അതിന്റെ റിയാക്ഷൻ, അതിന്റെ ആ കറക്റ്റ് നമ്മുടെ എന്താ പറയുക സൊല്യൂഷൻ യൂസ് ചെയ്യുന്നത് കൊണ്ടുള്ള ഉപയോഗം ഉണ്ടാവുള്ളൂ. അത് കറക്റ്റ് ആയിട്ട് ആ മാനുഫാക്ചേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന വ്യക്തികൾ തന്നെ പറഞ്ഞിട്ടുണ്ടാവും. അവരുടെ ഡയറക്ഷൻ അനുസരിച്ചുള്ള രീതിയിൽ ക്ലീൻ ചെയ്യുക. ബി കോൺഷ്യസ് ടു ബി സ്പ്രെഡ് ദ കെമിക്കൽ അറ്റ് ദ ടൈം ഓഫ് ക്ലീനിങ് അപ്പ്. അതായത് നമ്മൾ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ കോൺഷ്യസ് ആയിരിക്കണം എന്ന് പറഞ്ഞത് എന്താണ്? നമ്മൾ ജാഗ്രതയോട് കൂടിയിട്ടായിരിക്കണം എന്ത് ഈ കെമിക്കൽസ് മറ്റു സ്ഥലത്തേക്കൊന്നും സ്പ്രെഡ് ചെയ്യുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം നമ്മൾ ഇത്തരം കാര്യങ്ങൾ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യാനായിട്ട്. ഓക്കെ. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഡിസ്പോസ് ഓഫ് വേസ്റ്റ്. All materials that are coming into contact with the chemical should be thrown away as dangerous waste into labeled bags or containers. Adhere to local, state and federal regulations for the disposal of dangerous waste. നമുക്കറിയാം സാധാരണ രീതിയിലുള്ള ക്ലീൻ ചെയ്ത് നമ്മൾ വലിച്ചെറിയുന്ന മാതിരിയൊന്നും കൈകാര്യം ചെയ്യാൻ പാടില്ല അല്ലെ. കാണുന്നില്ല എന്ന് പറയുന്നു. നിങ്ങൾക്ക് ആരും കാണുന്നില്ല? ഇത് ക്ലിയർ ആവുന്നില്ലേ നിങ്ങൾക്കത്? PDF നോട്ട് ഞാൻ ഉണ്ടെന്ന് പറയുന്നുണ്ടല്ലോ. എന്തുകൊണ്ടാണ് കാണുന്നതെന്ന് അറിയില്ല. ഞാനിവിടെ മിക്കവാർക്കും എല്ലാവർക്കും ക്ലിയർ ആവുന്നുണ്ട്. എനിവേ എന്താന്ന് അറിയില്ല. ഞാൻ ക്ലാസ് കണ്ടിന്യൂ ചെയ്യാം. എന്തെങ്കിലും മിസ്റ്റേക്ക് ആയിരിക്കും, എന്തെങ്കിലും പ്രോബ്ലം ആയിരിക്കും, നോക്കാം. അപ്പൊ നമ്മൾ പറയുന്നത് ഡിസ്പോസ് ഓഫ് വേസ്റ്റ്. ഓൾ മെറ്റീരിയൽസ് ദാറ്റ് ആർ കമ്മിങ് ഇൻ ടു കോണ്ടാക്ട് വിത്ത് ദ കെമിക്കൽ അല്ലെ. നമുക്ക് ഈ ഇതും തമ്മിലുള്ള അതായത് കെമിക്കലുമായി ബന്ധപ്പെട്ട സാധനങ്ങളുമായിട്ട് ഉപയോഗിച്ച എല്ലാ വസ്തുക്കളും തന്നെ എവിടെ കൈകാര്യം ചെയ്യും? ഷുഡ് ബി ത്രോൺ അവേ ആസ് 5 ഒന്ന് പറയാമോ? 2, 3, 4, 5. ക്ലീൻ അപ്പ് സ്പില്ലർ. യൂസ് സ്യൂട്ടബിൾ സ്പിൽ കിറ്റ്സ് ഓർ സ്റ്റിക്ക് ടു ദ മാനുഫാക്ചേഴ്സ്. നമുക്കറിയാം സാധാരണ രീതിയിൽ നമ്മൾ ആലോചിക്കുക. സാധാരണ നമ്മൾ ചൂടും എന്താ പറയുക വൈപ്പറൊക്കെ ഉപയോഗിച്ച് നമ്മൾ ക്ലീൻ ചെയ്യും. പക്ഷെ ഈ കെമിക്കൽ എന്ന സംഭവം അതായത് അത് അത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ള സാധനമാണ്. അതൊക്കെ ക്ലീൻ ചെയ്തെടുക്കണമെങ്കിൽ പ്രത്യേക തരത്തിലുള്ള എക്യുപ്മെന്റ്സ് ഉപയോഗിച്ചിട്ടാണ് അത് ക്ലീൻ ചെയ്തെടുക്കുക. അപ്പൊ അതിനുപയോഗിക്കുന്ന ഈ സ്റ്റിക്കും അല്ലെങ്കിൽ അതിനുപയോഗിക്കുന്ന പാഡുകളെല്ലാം അവര് ആ പാഡുകളൊക്കെ തരുമ്പോ തന്നെ ആ മാനുഫാക്ചേഴ്സ് ഒരു ഡയറക്ഷൻ പറഞ്ഞിട്ടുണ്ടോ ഇത് എങ്ങനെ യൂസ് ചെയ്യണം, എത്ര മിനിറ്റ് ആണ് ഈ സൊല്യൂഷൻസ് ഒക്കെ ഉപയോഗിച്ചിട്ട് അബ്സോർവ് ചെയ്യാൻ പറ്റുന്നത്, എത്ര നേരം കഴിഞ്ഞാൽ മാത്രമേ അത് ക്ലീൻ ആവുള്ളൂ എന്നെല്ലാം ഈ മാനുഫാക്ചേഴ്സ് അത്തരം സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാനുഫാക്ചേഴ്സ് എന്ന് പറഞ്ഞാൽ പ്രൊഡ്യൂസേഴ്സ് അവര് ആ പ്രൊഡ്യൂസേഴ്സ് തന്നെ പറഞ്ഞിട്ടുണ്ടാവും അതിന്റെ ഡയറക്ഷൻസ് ഒക്കെ അല്ലെ. നമുക്ക് മിക്കവാറും സാധനങ്ങൾ മേടിക്കുമ്പോൾ അതിന്റെ മാനുഫാക്ചേഴ്സ് അതിന്റെ പ്രൊഡക്ഷൻ എങ്ങനെ യൂസ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്നുള്ളത് കൂടി കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ അതാണ് പറയുന്നത് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ യൂസ് ചെയ്യുമ്പോൾ മാനുഫാക്ചേഴ്സ് ഡയറക്റ്റ് ചെയ്യുന്ന രീതിയിൽ തന്നെ നമ്മൾ യൂസ് ചെയ്യാം. അബ്സോർബന്റ് മെറ്റീരിയൽസ് ഒക്കെ യൂസ് ചെയ്യാം. ബി കോൺഷ്യസ്. അത് വീണ്ടും നമ്മളോട് ഓർമ്മിപ്പിക്കുന്ന കാര്യം അത് ക്ലീൻ ചെയ്യുമ്പോൾ ഒരു കാരണവശാലും ഈ കെമിക്കൽ സ്പ്രെഡ് ചെയ്യാതിരിക്കാനായിട്ടുള്ള ജാഗ്രതയോട് കൂടിയിട്ടാണ് നമ്മൾ ക്ലീൻ ചെയ്യേണ്ടത് എന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് നമ്മൾ ആ സെന്റൻസിൽ ഓർമ്മിപ്പിക്കുന്നു.
അതാണ് പറയുന്നത് ക്ലീൻ അപ്പ് സ്കില്ല്. ക്ലിയർ ആയിരുന്നു? ഹലോ, 5th പോയിന്റ്. ഓക്കെ, അപ്പോ നമുക്ക് നെക്സ്റ്റിലേക്ക് കിടക്കാം. ഡിസ്പോസ് ഓഫ് എ വേസ്റ്റ്. അപ്പൊ എന്താ പറയുന്നത്? ആ വേസ്റ്റ് എങ്ങനെ ഡിസ്പോസ് ചെയ്യാന്ന്. ഓൾ മെറ്റീരിയൽസ് ദാറ്റ് ആർ കമ്മിങ് ഇൻ ടു കോണ്ടാക്ട് വിത്ത് ദ കെമിക്കൽ ഷുഡ് ബി ത്രോൺ എവേ ആസ് എ ഡേഞ്ചറസ് വേസ്റ്റ്. അല്ലെ, ഇതൊക്കെ ഡേഞ്ചറസ് ആയിട്ടുള്ള വേസ്റ്റ് ആണ്. അപ്പൊ നമ്മൾ അതൊക്കെ വെറുതെ അങ്ങനെ വലിച്ചെറിയാൻ പറ്റും? ഇല്ല. അതൊക്കെ എവിടെ നിക്ഷേപിക്കണമെന്ന് എപ്പോഴും നമ്മൾ പറയാറ് ഇൻടു ലേബൽഡ് ബാഗ്സ് ഓർ കണ്ടെയ്നേഴ്സ്. അല്ലെ, ഹസാർഡ് ബാഗ്സ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപകടകരമായ സംഭവങ്ങളൊക്കെ പറഞ്ഞ് ലേബൽ ചെയ്തിട്ടുള്ള ബാഗുകളിലൊക്കെയാണ് നമ്മളത് നിക്ഷേപിക്കേണ്ടത്. അഡ്ഹർ ടു ലോക്കൽ, സ്റ്റേറ്റ് ആൻഡ് ഫെഡറൽ റെഗുലേഷൻസ്. ഇനി അഥവാ നമ്മൾ ഇതൊക്കെ ഡിസ്പോസ് ചെയ്തെന്ന് വെച്ചുകൊണ്ട് അതോടുകൂടി നമ്മുടെ ഡ്യൂട്ടി കഴിഞ്ഞോ? ഇല്ല. പിന്നെയും അത് കറക്റ്റ് ആയിട്ട് വേസ്റ്റ് ആയിട്ട് തള്ളണമെങ്കിൽ അത് ശരിക്കും പറഞ്ഞ പ്രദേശത്തിന്റെയും സ്റ്റേറ്റ്, അല്ലെ, നമ്മുടെ സംസ്ഥാനത്തിന്റെ ഒക്കെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ച് മാത്രമേ അത് ഡിസ്പോസ് ചെയ്യാൻ പറ്റുള്ളൂ. അവരെന്താ പ്രോട്ടോകോൾസ് ഉപയോഗിച്ചിരിക്കുന്നത്? ഈ കെമിക്കൽസ് എല്ലാം നിർമ്മാർജ്ജനം ചെയ്യാൻ എന്ത് പ്രോട്ടോകോളാണ് യൂസ് ചെയ്യുന്നത്? ക്ലീനിങ് അപ്പ് അല്ല കേട്ടോ, ക്ലീനിങ് അപ്പ് ആണ്. ടൈം ഓഫ് ക്ലീനിങ് അപ്പ്. അപ്പോ എന്ത് പ്രോട്ടോകോൾ അനുസരിച്ചാണ് നമ്മൾ നിർമ്മാർജ്ജനം ചെയ്യേണ്ടത്? അതേ രീതിയിൽ തന്നെ ഈ ഹോസ്പിറ്റലുകാരും അത്തരം വേസ്റ്റുകൾ ഡിസ്പോസ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. നെക്സ്റ്റ് എന്ന് പറയുന്നത് റിപ്പോർട്ട് സ്പില്ല്. എന്താ റിപ്പോർട്ട് സ്പില്ല് എന്ന് പറയുന്നത്? സ്പിൽസ് ഷുഡ് ബി റിപ്പോർട്ടഡ് ടു ദ കൺസേൺഡ് സ്റ്റാഫ് ഫോർ ഡോക്യുമെന്റേഷൻ ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ. ഇതെല്ലാം ഈ ചെയ്തിരിക്കുന്നത് എല്ലാം കറക്റ്റ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സിലൂടെയാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ അവിടെ എല്ലാ ഏരിയ എല്ലാം വളരെ വ്യക്തമാക്കിയിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്തിയ ഒരു ഇൻവെസ്റ്റിഗേഷനോട് കൂടിയിട്ടുള്ള റിപ്പോർട്ട് തയ്യാറാക്കലാണ് ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ലാസ്റ്റ് മാനേജ്മെന്റ് പോയിന്റ് എന്ന് പറയുന്നത് എന്താ പറയുക? ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ ഡോക്യുമെന്റേഷൻ, കൺസേൺഡ് സ്റ്റാഫിന്റെ ആ ഒരു ഇൻവെസ്റ്റിഗേഷനോട് കൂടിയിട്ടുള്ള റിപ്പോർട്ട് തയ്യാറാക്കലാണ്. ഓക്കെ ആണോ? കെമിക്കൽ സ്പില്ലേജ്, വേസ്റ്റ് മാനേജ്മെന്റ്, ഇത്രയും പറഞ്ഞത് ക്ലിയർ ആയോ? ക്ലിയർ ആണോ? എന്ന് പറയുന്നുണ്ട്. നെക്സ്റ്റ് ഇതിന്റെ കണ്ടിന്യൂവേഷൻ തന്നെയാണ് താഴെ വരുന്നത്. അതായത് കെമിക്കൽ സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ലാസ്റ്റ് പോയിന്റ് വീണ്ടും പറയാൻ പറയുന്നുണ്ട്. ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഡിസ്പോസ് ഓഫ് വേസ്റ്റും പറഞ്ഞിട്ടുണ്ട്. റിപ്പോർട്ട് ഓഫ് നിങ്ങൾ ഒന്നുകൂടി കെയർഫുൾ ആയിട്ടൊന്ന് ശ്രദ്ധിച്ചിരുന്നു നോക്കിയേ. കാരണം ഞാൻ മറ്റ് ക്ലാസ്സിൽ പറഞ്ഞത് തന്നെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു പോണതാണ്, അതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, 1, 2, 3 പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടിയതാണോ കിട്ടിയില്ല എന്നാണോ? അപ്പോ ഡിസ്പോസ് ഓഫ് വേസ്റ്റ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന വസ്തുക്കൾ അതെല്ലാം വേസ്റ്റ്, അതെല്ലാം ഡേഞ്ചറസ് ആയതുകൊണ്ട് വളരെയധികം കെയർഫുൾ ആയിട്ടാണ് അത് ഡിസ്പോസ്, അത് നമുക്ക് നിർമ്മാർജ്ജനം ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അതിന് ലോക്കലിന്റെയും അതായത് പ്രാദേശികമായിട്ടും സംസ്ഥാനത്തിന്റേതൊക്കെ ആയിട്ടുള്ള എന്തെങ്കിലും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ടാവും. അതെല്ലാം ഫോളോ ചെയ്തിട്ട് വേണം നമ്മൾ അതെല്ലാം നമുക്ക് നശിപ്പിച്ച് കളയാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ അത്തരത്തിലുള്ള ആ റെഗുലേഷൻസ് ഫോളോ ചെയ്യണം എന്നതാണ് ഡിസ്പോസ് ഓഫ് വേസ്റ്റ് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ഈ 1, 2, 3 എന്ന് പറയുന്ന ക്ലാസ്സിൽ കയറാഞ്ഞിട്ടാണോ, കൂടി വന്ന് കയറിയതാണോ, അഥവാ ആർക്കും മനസ്സിലായില്ലേ? 1, 2, 3 പോയിന്റ് ചിലപ്പോ ഇപ്പൊ കയറിയതാണോ ഒന്നും അറിയില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞേക്കാം. ഇവാലുവേറ്റ് ദ സ്റ്റേറ്റ് സൂൺ ലൈക്ക് മൈനർ ഓർ മേജർ സ്പില്ല്. ഈ സ്പില്ല് എന്ന് പറയുന്നത് അതായത് കെമിക്കൽ സ്പില്ലേജ് വേസ്റ്റിന്റെ മാനേജ്മെന്റിന്റെ ആ സ്പില്ല് എന്ന് പറയുന്നത് അത് വളരെ ചെറുതാണോ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള സ്പില്ലേജ് തുടർച്ചയാണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത് ആദ്യം തന്നെ ഐഡന്റിഫൈ ചെയ്ത് നെക്സ്റ്റ് എവിക്ട് ഏരിയ എന്ന് പറയുമ്പോൾ അതൊരു ഇമ്പോർട്ടന്റ് ആണ്. ആ ഏരിയയിൽ ബുദ്ധിമുട്ടാണ്, ഹെൽത്തുകളൊക്കെ എന്താ പറയുക ആരോഗ്യപരമായിട്ടുള്ള അസുഖങ്ങളൊക്കെ വരാനായിട്ട് ചാൻസ് ഉള്ളത് കൊണ്ട് ആ ഭാഗത്ത് നിന്ന് എത്രയും പെട്ടെന്ന് റിമൂവ് ചെയ്യുക. കോൾ എമർജൻസിയെ ബന്ധപ്പെട്ട ആൾക്കാരെ വിളിച്ച് സർവീസിന് വേണ്ടിയിട്ട് വിളിക്കുക എന്നുള്ളതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് എന്ന് പറയുന്നത് വെയർ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്. നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളിലേക്ക് ഏർപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ള PP കിറ്റുകൾ, അതിൽ എന്തൊക്കെ പെടാം? ഗ്ലൗസ്, ഗൂഗിൾസ് ആൻഡ് റെസ്പിറേറ്ററി ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് വേണം അത് കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നതാണ്. ദെൻ നെക്സ്റ്റ് നമ്മൾ ലാസ്റ്റ് എന്നോട് പറഞ്ഞ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഡിസ്പോസ് ഓഫ് വേസ്റ്റ് പറഞ്ഞിരുന്നു, റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞായിരുന്നു. നെക്സ്റ്റ് ലാസ്റ്റ് പോയിന്റ് താങ്ക് യു മാം എന്ന് പറയുന്നുണ്ട്. ഓക്കെ,
ദെൻ ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് റിപ്പോർട്ട് ദ സ്പില്ല് ഷുഡ് ബി റിപ്പോർട്ട്. അതായത് ലാസ്റ്റ് നമ്മൾ ഇതെല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കൈകാര്യം ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തിയിട്ട് റിപ്പോർട്ട് സമർപ്പിക്കുക അല്ലെങ്കിൽ റിപ്പോർട്ട് തയ്യാറാക്കുക എന്നുള്ളതാണ്. അത് ശരിക്കും ഇൻവെസ്റ്റിഗേഷനോട് കൂടിയിട്ട്, അതായത് കറക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ള ഇൻവെസ്റ്റിഗേഷൻ നടത്തിയതിനു ശേഷമാണ് റിപ്പോർട്ട് തയ്യാറാക്കേണ്ടത്. ഓക്കെ അല്ലേ? ഇനി എനിവൺ ഡൗട്ട്? ഓക്കെ, അപ്പോ നമ്മൾ ലാസ്റ്റിലേക്ക് കിടക്കാം. കെമിക്കൽ സ്പില്ലേജ് മാനേജ്മെന്റ്. അതായത് ഈ പറഞ്ഞ പോയിന്റ്സ് തന്നെയാണ് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. നമ്മളത് ഡയഗ്രത്തിലൂടെ മനസ്സിലാക്കി തരുന്നു മാത്രമേ ഉള്ളൂ. ഇഫ് മൈനർ ഈവൻ ചെറുതാവാം, ദെൻ ഇഫ് മേജർ വലിയ അപകടമാവാം, അപകടകരമായ അവസ്ഥയിലായിരിക്കും സ്പില്ലേജ് സംഭവിച്ചിരിക്കുന്നത്. ഇഫ് മൈനർ ആണെങ്കിൽ നമുക്കറിയാം അത് ഇമ്മീഡിയറ്റ്ലി കോംപ്രസിംഗ് ഓഫ് സേഫ്റ്റി ഓഫീസേഴ്സ്. അപ്പൊ നമ്മൾ എന്താ പറയുക, അത് കോംപ്രസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് സേഫ്റ്റി ഓഫീസേഴ്സ് അടങ്ങിയ വ്യക്തികൾ അവരുമായിട്ട് ബന്ധപ്പെടുക. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇതിന് ഐസൊലേറ്റഡ് ഏരിയ PPP. അതായത് ആ ഏരിയ നമ്മൾ എന്താ ചെയ്യുക, പൊതുവെ ഐസൊലേറ്റ് ചെയ്യാന്ന് വെച്ചാൽ വേർതിരിക്കും അല്ലെ. നമുക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ച് നമുക്ക് എല്ലാം അറിയാം, റോഡിലാണെങ്കിൽ കൂടിയും അപകടം സംഭവിച്ച് നമ്മൾ എന്താ ചെയ്യുക, പോലീസുകാരൊക്കെ വന്നിട്ട് ആ ഭാഗം എന്താ പറയുന്നത് തിരിച്ചു വെക്കും അല്ലെ. എന്തെങ്കിലും റെഡ് റിബണൊക്കെ കെട്ടി മാർക്ക് ചെയ്ത് അവർ തിരിച്ചു വെക്കും. നമുക്ക് അതിൽ കൂടെ പാസേജ് പറ്റില്ല എങ്കിൽ എന്ന് പറഞ്ഞാൽ അതിനെ ഇത്തരത്തിലുള്ള പ്ലേസിലൂടെ പറ്റില്ല എങ്കിൽ അത് ഐസൊലേറ്റ് ഏരിയ ആക്കി മാറ്റും. PPE കേസ് അവിടെ ആർക്കെങ്കിലും പ്രവേശിക്കുകയോ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെ, മറ്റുള്ളവരെ കടത്തിവിടാതിരിക്കണമെങ്കിൽ തന്നെ ആ പ്ലേസിൽ ആരെ PPE എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്വിപ്മെന്റ് ധരിച്ച വ്യക്തികളായിരിക്കും അവിടെ ഉണ്ടായിരിക്കുക. നെക്സ്റ്റ് എന്ന് പറയുന്നത് കൺട്രോൾ സ്പിൽ ഓഫ് ലിക്വിഡ് ബൈ കണ്ടെയ്നിങ് സ്പിൽ യൂസ് ആസിഡ് ഓർ ആൽക്കലി ആൻഡ് പ്ലേസ് അബ്സോർബന്റ് പാഡ്സ്. അതായത് അത്തരത്തിലുള്ള ചെറിയൊരു സ്പ്രെഡിങ് ആണെങ്കിൽ എന്താ ചെയ്യാം, ആസിഡോ ആൽക്കലിയോ അവര് പറയുന്ന സൊല്യൂഷൻ ആയിട്ടും കറക്റ്റ് എന്താ പറയുക പെർസെന്റേജിലുള്ള സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് ആ പ്ലേസ് എല്ലാം ക്ലീൻ ചെയ്യും അല്ലെ. അബ്സോർബന്റ് പാഡ്സ് ഉപയോഗിച്ചിട്ട് അത് ക്ലീൻ ചെയ്യും. ദെൻ ഡിസ്കാർഡ് അക്കോർഡിംഗ് ടു റൂൾസ്. എന്നിട്ട് എന്ത് ചെയ്യും, അതെല്ലാം ഡിസ്കാർഡ് ചെയ്യാനായിട്ട്. അതായത് ഇത്തരം വേസ്റ്റുകളൊക്കെ എവിടെ വെക്കുന്നത് നമ്മൾ പറയാതെ കണ്ടെയ്നർ, കറക്റ്റ് ആയിട്ടുള്ള കണ്ടെയ്നർ ബോക്സിലേക്ക് എല്ലാം നിക്ഷേപിക്കും. ദെൻ ഡീകണ്ടാമിനേറ്റ് ആൻഡ് ക്ലീൻ ദ ഏരിയ. അവിടെ എല്ലാം അണുവിമുക്തമാക്കും അല്ലെ. അല്ലെങ്കിൽ സൊല്യൂഷൻസ് ഒക്കെ ഉപയോഗിച്ച് അവിടെ എല്ലാം അണുവിമുക്തമാക്കിയിട്ട് നമുക്കറിയാം വീണ്ടും നമ്മൾ എന്താ ചെയ്യാറ്, സാധാരണ വാട്ടറൊക്കെ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും നീര് ആവി കൊടുക്കേണ്ടതുണ്ടെങ്കിൽ ആ ആവിയൊക്കെ കൊടുത്ത് അവിടെ ശരിക്കും അണുവിമുക്തമാക്കും. Then next റേസ് ഇൻസിഡന്റ് ഫോംസ്. എന്തെങ്കിലും ഇനി അങ്ങനെ ഒരു ഇൻസിഡന്റ് വരാതിരിക്കാനുള്ള ഒരു റിപ്പോർട്ട് അത് തന്നെയാണ് നമ്മൾ പറയുന്നത്. അങ്ങനെയൊന്നും വരില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ട് തയ്യാറാക്കുക എന്നതാണ് റേസ് ഇൻസിഡന്റ് ഫോംസ് എന്ന് പറയുന്നത്. അതായത് ഒന്നുകൂടി പറയാം, നിങ്ങൾ നേരത്തെ പറഞ്ഞ കമാൻഡർ തന്നെയാണ് ഇവിടെ ഇങ്ങനെ ഡയഗ്രത്തിൽ പറയുന്നത്. അതർ ഇമ്മീഡിയറ്റ് കംപ്രസിംഗ് ഓഫ് സേഫ്റ്റി ഓഫീസർ. നമ്മൾ പറഞ്ഞില്ലേ ആദ്യം തന്നെ ആരെങ്കിലും കോൾ ചെയ്യണമെന്ന് പറഞ്ഞില്ലേ, അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. അതർ ഇമ്മീഡിയറ്റ്ലി കംപ്രസിംഗ് ഓഫ് സേഫ്റ്റി ഓഫീസർ. കംപ്രസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സേഫ്റ്റി ഓഫീസറുടെ ഗണത്തിനെയാണ് അങ്ങനെ പറയുന്നത്. അപ്പൊ അവരെ ആയിട്ട് ബന്ധപ്പെടുക. നെക്സ്റ്റ് ഐസൊലേറ്റ് ഏരിയ PPP. നമ്മൾ അവിടെ നിന്ന് വെക്കേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞില്ലേ, അപ്പൊ ആ സ്ഥലത്ത് നിന്ന് മാറി അത് തിരിച്ചിടുക, ഐസൊലേറ്റ് ഏരിയ ആക്കി മാറ്റുക. അവിടെ എങ്ങനെയാണ് പ്രവേശിക്കാൻ പറഞ്ഞേക്കുന്നത്, PPE കിറ്റ് അല്ലെ. നമ്മള് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്വിപ്മെന്റ് ഉപയോഗിച്ചിട്ട് മാത്രമേ ആർക്കെങ്കിലും പ്രവേശിക്കാൻ പറ്റണമെങ്കിൽ ഉപയോഗിക്കാവിലേക്ക് പ്രവേശിക്കാൻ പാടുള്ളൂ. നെക്സ്റ്റ് കൺട്രോൾ സ്പിൽ ഓഫ് ലിക്വിഡ്. എന്തെങ്കിലുമൊക്കെ നമ്മൾ പറഞ്ഞില്ലേ ഇത്തരം സൊല്യൂഷൻ മാനുഫാക്ചേഴ്സ് പറയുന്ന ഡയറക്ഷൻ അനുസരിച്ചിട്ടുള്ള സൊല്യൂഷൻസ് അല്ലെ, യൂസ് ആസിഡ് ഓർ ആൽക്കലി എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്തിട്ട് അവിടെ അബ്സോർബന്റ് പാഡ്സ് ഒക്കെ ഉപയോഗിച്ച് അവിടുത്തെ ആ ഏരിയയിൽ നിന്ന് കെമിക്കല് അബ്സോർബ് ചെയ്ത് അവിടെ ക്ലീൻ ആക്കാൻ ശ്രമിക്കും. നെക്സ്റ്റ് ഡിസ്കാർഡ് അക്കോർഡിംഗ് ടു റൂൾസ്. അത് നമ്മൾ എവിടെ നിക്ഷേപിക്കണം എന്ന് പറയാറ് അല്ലെ. സാധാരണ രീതിയിലൊന്നും ഉള്ള വേസ്റ്റ് ബിന്നിലൊന്നല്ല, കറക്റ്റ് ലേബിൾ ഹസാർഡ് ലേബിൾ വേസ്റ്റേജ് ലേബിൾ എന്നുള്ള ലേബലിൽ തന്നെയുള്ള ആ കണ്ടെയ്നർ ബോക്സിൽ ഇത്തരത്തിലുള്ള സാധനങ്ങൾ നിക്ഷേപിക്കുക. ദെൻ ഡീകണ്ടാമിനേറ്റ് ആൻഡ് ക്ലീൻ ദ ഏരിയ. അവിടെ അണുവിമുക്തമാക്കി എന്ന് ഉറപ്പുവരുത്തുക. അതാണ് ഡീകണ്ടാമിനേറ്റ് ആൻഡ് ക്ലീൻ ദ ഏരിയ. അവിടെ ആ ഏരിയ ക്ലീൻ ആക്കി എടുക്കുക. ദെൻ റേസ് ഇൻസിഡന്റ് ഫോംസ്. അതിനുശേഷം റിപ്പോർട്ട് തയ്യാറാക്കുക എന്ന് നമ്മൾ പറഞ്ഞില്ലേ, അത് തന്നെയാണ് പറയുന്നത് റേസ് ഇൻസിഡന്റ് ഫോംസ് തയ്യാറാക്കുക. ഇതിലെ നമ്മൾ നെക്സ്റ്റ് ഇതിലേക്ക് നോക്കാം. അതായത് ആ ഏരിയ മേജർ ആണെങ്കിൽ നോട്ടിഫൈ അതേഴ്സ്.
അതായത് അവിടെ ആരും പ്രവേശിക്കില്ല അല്ലെ, അങ്ങനെയൊന്നും പ്രവേശിക്കില്ല എന്ന് ഉറപ്പുവരുത്തുക. അത് തന്നെ വീണ്ടും പറയുന്നത് എവിക്ട് ദ ഏരിയ, അവിടെ നിന്നും എല്ലാവരെയും ഒഴിവാക്കുക. ഈ ഐസൊലേറ്റ് ചെയ്യുന്ന പറഞ്ഞ മാത്രമേ തന്നെ അവിടെ കെയർഫുള്ളി കൈകാര്യം ചെയ്യണം. പ്രിവെന്റ് അതർ ഫ്രം എൻറ്ററിങ് ദ ഏരിയ, ആ ഏരിയയിലേക്ക് ഒരാളും കിടക്കില്ല. അതിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. നെക്സ്റ്റ് ഈ ലാസ്റ്റ് സ്റ്റെപ്പും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും ഇതെല്ലാം വരും. ഈ ലാസ്റ്റ് സ്റ്റെപ്പും കൂടി നിങ്ങൾ നോക്കി, വാച്ച് ഫോർ ഫയർ ഇറ്റ് ഫ്ലേമബിൾ കെമിക്കൽസ് ആൻഡ് മാനേജ് പ്രോപ്പർലി. അതായത് ഇവിടെ എന്തെങ്കിലും കത്ത് പിടിക്കുന്നുണ്ടോ, എന്തെങ്കിലും റിയാക്ഷൻസ് നടക്കുന്നുണ്ടോ എന്ന് പ്രോപ്പർലി കെയർഫുള്ളി ആയിട്ട് അത് മാനേജ് ചെയ്യുക, അത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. അതിനുശേഷം ഇവര് വീണ്ടും ഇത് തന്നെ ചെയ്യുന്നുണ്ട്. എന്ത് ഈ ഓഫീസേഴ്സിനൊക്കെ അറിയിക്കും, അവരെല്ലാവരും വീണ്ടും വരും, എന്തെങ്കിലുമൊക്കെ ചെയ്ത് അത് ആ ഏരിയ എല്ലാം ക്ലീൻ ചെയ്യും. എന്താ ചെയ്യുക, വീണ്ടും ആ വേസ്റ്റുകളെല്ലാം ഡിസ്കാർഡ് ചെയ്യും. പിന്നെ അവിടെ ഡീകണ്ടാമിനേറ്റ് ഏരിയയാക്കി മാറ്റും. മേജർ ആണെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഫസ്റ്റ് സ്റ്റെപ്പുകൾ മാത്രമേ ഇവിടെ ഉള്ളൂ. പിന്നെയുള്ള സ്റ്റെപ്പുകളെല്ലാം വന്നതിന് ശേഷം അല്ലെ, മേജർ ആയിട്ടുള്ള പൊല്യൂഷനുകൾ നടത്തുമ്പോൾ അവര് വന്നതിന് ശേഷമാണ് പിന്നെയുള്ള സ്റ്റെപ്പുകൾ നടക്കുക. ആദ്യം തന്നെ നോട്ടിഫൈ ഏരിയ, ആ ഏരിയ നോട്ടിഫൈ ചെയ്ത് വെക്കുക. എവിക്ട് ഏരിയ, അവിടെ നിന്ന് എല്ലാവരെയും ഒഴിവാക്കുക. പിന്നെ പ്രിവെന്റ് അതേഴ്സ് ഫ്രം, ഒരാളും ആ ഭാഗത്തേക്ക് കടക്കുകയില്ല എന്ന് ഉറപ്പുവരുത്തല്ലേ. നേരത്തെ കുട്ടി ഫ്രണ്ടിലോ ഓരോ പ്ലേസിലേക്കും ആൾക്കാരെ നിയോഗിക്കും, ആ ഭാഗത്തു നിന്നും ഒരാൾക്കും പ്രവേശനമില്ല. അല്ലാതെ എന്താ പറയുന്ന ആ ഏരിയ മാത്രം തിരിച്ചിടുക മാത്രമല്ല ചെയ്യുന്നത്. വലിയ വലിയ പ്രോബ്ലംസ് നടക്കണമെങ്കിൽ എന്ത് ചെയ്യും, ഏറ്റവും ഫ്രണ്ടിൽ നിന്നേ ഒരാളെയും കടത്തി വിടാത്ത തക്കവിധത്തിലുള്ള സെക്യൂരിറ്റീസിനെ നിയോഗിക്കും അല്ലെ. ഒരാളും കിടന്ന് വരാത്ത രീതിയിലുള്ള സെക്യൂരിറ്റീസിനൊക്കെ നിയോഗിക്കും. ദെൻ വാച്ച് ഇൻ കേസ് അവിടെ എന്തെങ്കിലും പ്രോബ്ലം, ഫ്ലെയിമബിൾ ആയിട്ടുള്ള എന്തെങ്കിലും എന്താ പറയുക കെമിക്കൽ ആയിട്ടുള്ള റിയാക്ഷൻസോ എന്താ പറയുക കത്ത് പിടിക്കലോ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ എന്ന് വാച്ച് ചെയ്തുകൊണ്ടിരിക്കും. എന്താ ഈ ഓഫീസേഴ്സിനെ വന്ന് അവരുടെ കറക്റ്റ് ആയിട്ടുള്ള എന്താ പറയുക സ്റ്റെപ്പ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ നടത്തുന്നത് വരെയുള്ള സ്റ്റെപ്പ് മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. ഓക്കെ, കിട്ടിയോ? എന്തെങ്കിലുമൊക്കെ കിട്ടിയോ? മേജറും മൈനറുമായിട്ടുള്ള കെമിക്കൽ സ്പില്ലേജ് മാനേജ്മെന്റിനെ കുറിച്ച് എന്തെങ്കിലും കിട്ടിയോ? നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെയാണോ, അവരത് കുറച്ചും കൂടി എന്താ പറയാ ഡയഗ്രത്തിലാക്കി തന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാനത് ഇങ്ങനെ കണ്ടിന്യൂസ് പറഞ്ഞത്. ഓക്കേനാ? ഞാൻ പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞത് തന്നെ റിപ്പീറ്റ് ചെയ്ത് പറയുമ്പോൾ ബാക്കി ആർക്കും ബോർഡ് അടിക്കരുത്. ഞാൻ വീണ്ടും തന്നെ പറയുകയാണ്, എന്നാലും കുറച്ച് പേരത് പറയുന്നുണ്ട്. അപ്പൊ ഞാൻ പറയുകയാണ്, എന്താണ് സാധാരണ ആയിട്ടുള്ള കെമിക്കൽ റിയാക്ഷൻസ്, കെമിക്കൽ ആയിട്ടുള്ള സ്പില്ലേജ് വേസ്റ്റ് നടക്കുമ്പോൾ വലിയ വലിയ പ്രോബ്ലംസ് സംഭവിക്കും അല്ലെ. അത് ശരിക്കും എൻവയൺമെന്റിനെ കൂടി ബാധിക്കുന്ന വിധത്തിലാണ് അല്ലെ. പൊതു ഹോസ്പിറ്റലൊക്കെ ആവുമ്പോൾ ഒരുപാട് രോഗികളെ ചിലപ്പോ ഓഫീസിലെ തന്നെ ഹോസ്പിറ്റലിലെ തന്നെ ഡോക്ടേഴ്സിന്, നഴ്സിന്, അവിടെയുള്ള പേഷ്യൻസിന്, അതേപോലെ വർക്കേഴ്സിന് എല്ലാവരെയും ബാധിക്കാവുന്ന വിധത്തിലുള്ള ഒരു സംഭവമാണ് കെമിക്കൽ ആയിട്ടുള്ള സ്പില്ലേജ് വേസ്റ്റ് സംഭവിക്കുന്നത്. അപ്പൊ അത് ഏറ്റവും ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് മൈനർ ആയിട്ടോ, അത് ചെറുതാണോ മേജർ ആണോ എന്ന് ആദ്യം ഐഡന്റിഫൈ ചെയ്യാം. ദെൻ മൈനർ ആണെങ്കിൽ എന്താ സാധാരണ രീതിയിൽ അറിയിക്കേണ്ടവരെ അറിയിക്കുമ്പോൾ അവർ പറയും ഇന്ന സൊല്യൂഷൻസ് യൂസ് ചെയ്യുക, നിങ്ങൾ അത് ഐസൊലേറ്റ് ചെയ്യുക ഏരിയ, നിങ്ങൾ BPKG ഇട്ടിട്ട് നിങ്ങൾ അവിടേക്ക് ആരും പ്രവേശിപ്പിക്കരുത്, നിങ്ങൾ അത് കൺട്രോൾ ചെയ്യുക, ഈ രീതിയിലുള്ള സൊല്യൂഷൻ ഉപയോഗിച്ച് അത് ക്ലീൻ ചെയ്യുക. പിന്നെ എന്താ പറയുക, ഇത്തരത്തിലുള്ള ക്ലീൻ ചെയ്യുന്ന സംഭവങ്ങളൊന്നും അവിടെ ഇവിടെയും വേസ്റ്റ് ബോക്സിൽ ക്ലീൻ ചെയ്യരുത്. അതെല്ലാം കറക്റ്റ് ആയിട്ടുള്ള എന്താ പറയുക ഹസാർഡ് ലേബൽ ചെയ്തിട്ടുള്ള കണ്ടെയ്നേഴ്സിൽ നിക്ഷേപിക്കുക. പിന്നെ വീണ്ടും അവിടെ അണുവിമുക്തമാണ് എന്ന് ഉറപ്പ് വരുത്തിയിട്ട് റിപ്പോർട്ട് സമർപ്പിക്കുക എന്ന് പറയും. ഇത് ഇൻ കേസ് അത് മേജർ ആണെങ്കിൽ എന്താണ്, അത് ഭയങ്കര നമ്മള് വളരെ കെയർഫുള്ളോടുകൂടി കൈകാര്യം ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്താ ചെയ്യാൻ സംഭവിക്കുക, ആ ഏരിയ ആദ്യം തന്നെ നോട്ട് ചെയ്യുക, അവിടെ നിന്ന് എല്ലാവരെയും ഒഴിവാക്കുക. ദെൻ അതിനു വേണ്ടി മുൻകരുതലുകൾ എടുത്തിട്ട് ആ ഭാഗത്തേക്ക് തന്നെ ഒരാളെയും പ്രവേശിക്കാത്തക്ക വിധത്തിൽ പ്രവേശിക്കരുത് എന്നുള്ള അനുമാനത്തോട് കൂടിയിട്ട് ഏറ്റവും ഫ്രണ്ടിൽ തന്നെ അവിടേക്ക് എൻ്റർ ചെയ്യാതെ, ഒരു വ്യക്തിയെയും എൻ്റർ ചെയ്യാത്ത രീതിയിലുള്ള ഒരു കൺട്രോളിങ് അല്ലെ, ഒരു അവിടേക്ക് പാസേജ് അനുവദിക്കാത്ത തക്കവിധത്തിൽ പല സ്ഥലത്തും ബ്ലോക്ക് ചെയ്യുക. ദെൻ വീണ്ടും അവിടെ എന്തെങ്കിലും ഈ സഡൻ ഈ ടൈമിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഫയർവേഴ്സോ മറ്റേതെങ്കിലും സൊല്യൂഷൻ ആയിട്ടുള്ള സംഭവങ്ങള് പ്രിക്കോഷൻസ് നിറഞ്ഞ കാര്യങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് എന്തെങ്കിലും കത്തലോ അല്ലെങ്കിൽ എന്തെങ്കിലും വലിയ ഡേഞ്ചറസ് ആയിട്ടുള്ള മാറ്റേഴ്സ് സംഭവിക്കുന്നുണ്ടോ എന്ന് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. അതാണ് ശരിക്കും പറഞ്ഞ ഈ ഡയഗ്രത്തില് പറഞ്ഞത്. ഓക്കെ, ക്ലിയർ ആയോ?
ഹലോ, ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് ഞാൻ പറഞ്ഞു കേട്ടോ. ഞാൻ പോയിന്റ് വൈസ് ആയിട്ട് പറഞ്ഞില്ല എന്നേ ഉള്ളൂ. ക്ലിയർ ആയോ? മൈനറും മേജറും തമ്മിൽ ഞാൻ ഡിഫറെന്റ് ചെയ്ത് പറഞ്ഞതാണത്. ഇപ്പൊ മനസ്സിലാക്കി കാണുമെന്ന് വിചാരിക്കുന്നു. അതും സാധാരണ പോയിന്റുകളെ പോലെ തന്നെയാണ്, നമ്മൾ മനസ്സിലാക്കി വെക്കുക എന്ന് മാത്രം. അപ്പോ അടുത്തത് എന്താ നെക്സ്റ്റ് എന്ന് പറയുന്നത് റേഡിയോ ആക്റ്റീവ് സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ്. അടുത്തൊരു സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് ഹോസ്പിറ്റലിൽ വരാൻ ചാൻസ് ഉള്ള ഒരു സ്പില്ലേജ് വേസ്റ്റ് എന്ന് പറയുന്നത് റേഡിയോ ആക്റ്റീവ് സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ്. സാധാരണ റേഡിയേഷൻ ഒക്കെ നമ്മൾ എപ്പോഴാണ് നടത്താറ്? അല്ലെ, ക്യാൻസർ പേഷ്യൻസിനൊക്കെയാണ് നമ്മൾ പൊതുവെ റേഡിയേഷൻ ഒക്കെ നടത്താറ്. അപ്പൊ ഈ റേഡിയേഷൻ ഒക്കെ നടത്തുന്നതോടൊപ്പം തന്നെ ചിലപ്പോൾ ഏതെങ്കിലും എന്തെങ്കിലും ചോർച്ച അല്ലെ, അതിൽ നിന്നും എന്തെങ്കിലും ലീക്കേജ് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അത് വന്നു കഴിഞ്ഞാലും നമ്മുടെ ശരീരത്തിന്, ഹ്യൂമൻ ബോഡിക്ക് അത് എന്തായാലും പ്രോബ്ലം ആണ്. അപ്പൊ അത്തരത്തിലുള്ള പ്രോബ്ലംസ് സംഭവിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ട്, സംഭവിച്ചാൽ എന്തൊക്കെ സ്റ്റെപ്പുകൾ എടുക്കണം എന്നാണ് പറയുന്നത്. നോക്കാം. Radioactive spillage can be dangerous to human health and the environment. Step to be taken for managing radioactive spillage waste. നമുക്കറിയാം ഈ ഹ്യൂമൺ അല്ലെ, മനുഷ്യന് ഇത് റേഡിയേഷൻ കൂടിക്കഴിഞ്ഞാൽ വളരെ പ്രോബ്ലം അല്ലെ, വളരെ കുറഞ്ഞ രീതിയിലുള്ള റേഡിയേഷൻ ഒക്കെ നടത്തിയിട്ടാണ് അത്തരത്തിലുള്ള കലകളെയൊക്കെ നശിപ്പിച്ച് കളയുന്നത് അല്ലെ. അപ്പൊ അത് തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്യാൻസർ പേഷ്യൻസിന്റെ അനുഭവങ്ങൾ നമുക്ക് മനസ്സിലാവും. വളരെ കൈയായിട്ടാണ് റേഡിയേഷൻ ഒക്കെ കഴിയുമ്പോൾ അല്ലെ. അപ്പൊ അത്രയും ബുദ്ധിമുട്ടേറിയ ഒരു സംഭവമാണ് അത്. ഈവൻ നമ്മുടെ മറ്റു വ്യക്തികൾക്കൊക്കെ എഫക്ട് ചെയ്താലോ അത് ഹ്യൂമനെ ബാധിക്കും അല്ലെ. അവരുടെ ഹെൽത്തിനെ, ആരോഗ്യത്തെ സാധാരണയായിട്ട് നന്നായി തന്നെ ബാധിക്കും. അപ്പോ ഇൻ കേസ് അത് എൻവയോൺമെന്റിലേക്ക്, നമ്മുടെ പ്രകൃതിയിലേക്ക് കിടന്നാലും ഇത് തന്നെ സംഭവിക്കും, റിയാക്ഷൻസ് ഒക്കെ സംഭവിക്കും. അപ്പൊ എന്താണ് അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് മാനേജ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. എവക്യുവേറ്റ് ദ ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എവിക്ട് ദ ഏരിയ പോലെ തന്നെ വേറൊരു പേരിൽ പറയാണ്, ആ ഏരിയയിൽ നിന്ന് എല്ലാവരും മാറുക. ഇഫ് ദ സ്പിൽ ഈസ് നോട്ടബിൾ evacuate the area and call emergency services. നമ്മൾ നേരത്തെ പറയുന്ന മാതിരി തന്നെ ആ ഏരിയയിൽ നിന്ന് മാറിയിട്ട് എമർജൻസി സർവീസുമായിട്ട് കോൾ ചെയ്ത് ബന്ധപ്പെടുക. നെക്സ്റ്റ് വേർ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്, നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി PPE കിറ്റ് അല്ലെ, പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് ധരിക്കുക. പേഴ്സണൽ ഷുഡ് യൂസ് ആപ്റ്റ് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്. അത് ഈ എന്താണ് പറയുക, റേഡിയോആക്റ്റീവ് സ്പില്ലിനുമായി ബന്ധപ്പെട്ട പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് ധരിക്കുക, സച്ച് ആസ് ഗ്ലൗസ്, ഗോഗിൾസ് ആൻഡ് റെസ്പിറേറ്റേഴ്സ് ബിഫോർ ഗോയിങ് ടു ദ സ്പിൽ ടു അവോയ്ഡ് കണക്ഷൻ വിത്ത് ദ റേഡിയോആക്റ്റീവ് മെറ്റീരിയൽ ആൻഡ് പ്രിവെന്റ് കണ്ടെയ്ൻ ദ സ്പിൽ അല്ലെ. ആൻഡ് പ്രിവെന്റ് അവിടെ വരെ കരുതലെടുക്കുക, അവിടെ വരെ. അതായത് നേരത്തെ പറഞ്ഞ തന്നെ അതേ എക്സാമ്പിൾസ് തന്നെയാണ് പറയുന്നത്. ഇവിടെ ഗ്ലൗസ് ഉപയോഗിക്കുക അല്ലെ, അത് ഇത്തരത്തിലുള്ള സ്പെക്സ് ഉപയോഗിക്കുക. ആൻഡ് റെസ്പിറേറ്റേഴ്സ്, നമുക്ക് മാസ്ക് അല്ലെ, ഡിഫറെന്റ് സംഭവങ്ങൾക്ക് വ്യത്യസ്ത തരത്തിലുള്ള മാസ്ക് ഒക്കെയാണ്. ചിലപ്പോൾ മറ്റു റിയാക്ഷൻസ് ഒന്നും വരാതിരിക്കാൻ തരത്തിലുള്ള ഇതൊക്കെ ആയിരിക്കും ഉപയോഗിക്കേണ്ടി വരുന്നത്. ബിഫോർ ഗോയിങ് ടു ദ സ്പിൽ ടു അവോയ്ഡ് കണക്ഷൻ വിത്ത് ദ റേഡിയോആക്റ്റീവ് മെറ്റീരിയൽസ് ആൻഡ് പ്രിവെന്റ്, മുൻകരുതൽ എന്നോണം അത്തരം കാര്യങ്ങളൊക്കെ ചെയ്തതിനു ശേഷം ആ ഒരു സ്ഥലങ്ങളിലേക്ക് ബന്ധപ്പെടാൻ പാടുള്ളൂ. നെക്സ്റ്റ് കണ്ടെയ്ൻ ദ സ്പിൽ, യൂസ് അബ്സോർബന്റ് മെറ്റീരിയൽ ലൈക്ക് സാൻഡ് ഓർ അബ്സോർബന്റ് പാഡ്സ് to contain the spill and prevent it from spreading. നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ സ്പില്ല് സ്പ്രെഡ് ചെയ്ത് പോവാതെ ഇരിക്കുന്ന തരത്തിൽ ഉള്ള എക്സ്ക്യൂസ് മീ സോറി. അപ്പോ എന്താ പറയുന്നത്, വീണ്ടും പറയുന്നത് എന്താണ്, എന്തെങ്കിലും എവിടെ പറഞ്ഞത് നമ്മള് കണ്ടെയ്ൻ ദ സ്പിൽ, യൂസ് അബ്സോർബന്റ് മെറ്റീരിയൽസ്. നമ്മളിങ്ങനെ എന്തെങ്കിലും കെമിക്കൽസ് എല്ലാം സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ സ്പിൽ ചെയ്താൽ സംഭവിച്ചു കഴിഞ്ഞാല് അത് വലിച്ചെടുക്കാൻ തക്കവിധത്തിലുള്ള അബ്സോർബന്റ് മെറ്റീരിയൽസ് യൂസ് ചെയ്യുക. എന്താ പറയുക, ടു കണ്ടെയ്ൻ ദ സ്പിൽ പ്രിവെന്റ് ഇറ്റ് ഫ്രം സ്പ്രെഡിങ്, സ്പ്രെഡ് ചെയ്യരുത് അല്ലെ, ചെയ്യരുത് വിധത്തിലുള്ള രീതിയിലുള്ള മെറ്റീരിയൽസ് ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്. But the material in a labeled radioactive wastage bag and discard disposal. നമ്മൾ പിന്നെ പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനോടത്തിലുള്ള വേസ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ വെറുതെ ഒന്നും തള്ളാൻ പാടില്ല. ഇത് കറക്റ്റ് ആയിട്ട് വീണ്ടും പറയുന്നുണ്ട്, റേഡിയോ ആക്റ്റീവ് വേസ്റ്റ് ബാഗ്, അങ്ങനെയുള്ള ലേബൽ ചെയ്തിരിക്കുന്ന വേസ്റ്റ് ബാഗിലായിരിക്കണം ഇത്തരത്തിലുള്ള ഈ വേസ്റ്റ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽസ് എല്ലാം നിക്ഷേപിക്കണം.
നെക്സ്റ്റ് ക്ലീൻ അപ്പ് ദ സ്പില്ല്. നമ്മൾ എല്ലാത്തിലും പറഞ്ഞ മാതിരി തന്നെ യൂസ് സ്യൂട്ടബിൾ സ്പിൽ കിറ്റ്സ് ഓർ അഡ്ഹെർ ടു the manufacturer's directive for the proper use of absorbent materials to clean up the spill. Cautious not to be spread the radioactive materials during cleanup. ഇതിൽ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ആ മെറ്റീരിയൽസ് ഒക്കെ യൂസ് ചെയ്തതിനു ശേഷം അവിടെ എല്ലാം ഇത് ചെയ്യുക. വീണ്ടും അത് മാറിപ്പോയി തോന്നുന്നു. ഡിസ്പോസ് പറയട്ടെ. All materials that come into contact with the radioactive material should be discarded as radioactive waste in the labeled bags or containers. Follow local, state and federal regulations for the disposal of radioactive waste. നമ്മൾ പറഞ്ഞു നേരത്തെ റേഡിയോആക്റ്റീവ് എന്താ പറയാ റേഡിയോആക്റ്റീവ് മെറ്റീരിയലിന്റെ ലേബൽ ചെയ്തതിൽ മാത്രമേ നമ്മൾ നിക്ഷേപിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ക്ലീൻ ചെയ്യുന്നതോടൊപ്പം തന്നെ എന്താ നമ്മൾ ഫോളോ ചെയ്യേണ്ടത് ലോക്കലായിട്ടും ആ പ്രദേശത്തെ എന്താ പറയാ ആ സംസ്ഥാനത്തെ എന്തെങ്കിലും റെഗുലേഷൻസ് ഒക്കെ എങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ആ റെഗുലേഷൻസ് ഏതൊക്കെ രീതിയിലാണ് അത്തരം കാര്യങ്ങൾ നശിപ്പിച്ച് കളയേണ്ടതുണ്ടെന്നുള്ള റൂൾസും റെഗുലേഷൻസ് ഉണ്ടെങ്കിൽ അതേ രീതിയിൽ മാത്രമേ ഈ വേസ്റ്റ് നമുക്ക് നശിപ്പിച്ച് കളയാനായിട്ട് സാധിക്കുകയുള്ളൂ. Then report the spill. Spill should be initiated to the concerned staff for documentation and investigation. വീണ്ടും പറയുന്നു റിപ്പോർട്ട് തയ്യാറാക്കണം അല്ലെ. കറക്റ്റ് ആയിട്ടുള്ള കൺസേൺഡ് സ്റ്റാഫുകളുടെ അതോറിറ്റികളുടെ അതനുസരിച്ച് ഇവർ ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ നടത്തി അവർ പറയുന്ന ഡോക്യുമെന്റേഷൻ ഒക്കെ പ്രിപ്പയർ ചെയ്ത് ഡോക്യുമെന്റ്സ് എല്ലാം ക്ലിയർ ഔട്ട് ആക്കിയതിനു ശേഷം റിപ്പോർട്ട് തയ്യാറാക്കും. ഓക്കെ, നിങ്ങളൊന്ന് വായിച്ചു നോക്കിയേ. ഓക്കെ, വായിച്ചിട്ട് എങ്ങനെയുണ്ട്? മനസ്സിലാവുന്നുണ്ടോ? റേഡിയോആക്റ്റീവ് സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് ക്ലിയർ ആയോ? പറയുന്നുണ്ട്. എന്നാ ഞാൻ കുറച്ചും കൂടി എടുക്കാം. സ്പില്ലിന്റെ ലബോറട്ടറി ഏരിയ സ്പില്ലിംഗ് ലബോറട്ടറി ഏരിയ മൈക്രോബൽ കൾച്ചർ നോക്കാം. അടുത്തൊരു സ്പില്ലേജ് വേസ്റ്റ് എന്ന് പറയുന്നത് എന്താന്ന് നോക്കാം. നമുക്കറിയാം ലബോറട്ടറി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല പ്ലേസിനൊക്കെ ഓർമ്മയില്ലേ? ലബോറട്ടറികളിലാണ് കൂടുതലല്ലേ നമ്മള് എന്താ പറയുക ചെറിയ ചെറിയ അണുക്കളൊക്കെ പെട്ടെന്ന് ഉണ്ടാവാൻ ചാൻസ് ഉള്ള ഏരിയയാണ് അല്ലെ. നമ്മുടെ ബ്ലഡ് യൂറിൻ എല്ലാവരും എക്സാമിൻ ചെയ്ത് എന്താ പറയുക രോഗവും അല്ലെങ്കിൽ എത്രത്തോളം കൗണ്ടും എല്ലാ സംഭവങ്ങളും കണ്ടുപിടിക്കുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് ലബോറട്ടറിയാണ്. അപ്പൊ അവിടെയുള്ള വേസ്റ്റ് എന്ന് പറയുന്നത് അതേ രീതിയിൽ തന്നെ മാനേജ് ചെയ്യേണ്ടതുണ്ട്. അവർക്കും ഒരു പ്രോട്ടോകോൾസ് നിയമങ്ങളൊക്കെ ഉണ്ടാവും. അതെങ്ങനെ കൈകാര്യം ചെയ്ത് നോക്കാം. യൂസ് PPE ലാബ് കോട്ട്, കെമിക്കൽ റെസിസ്റ്റന്റ് ഗ്ലൗസ്, സേഫ്റ്റി ഗ്ലാസസ് ആൻഡ് മാർക്ക്. ഇതെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ഇവിടെയും ഒരു PP സംഭവമാണ്. പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സുകൾ ഉണ്ട്, അതിനനുസരിച്ചുള്ള കോട്ട് ഉണ്ട്, റെസിസ്റ്റൻസ് ഗ്ലൗസ് ഉണ്ട്, then സേഫ്റ്റി ഗ്ലാസ് ഉണ്ട് ആൻഡ് മാർക്ക്. അത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ യൂസ് ചെയ്യുക. Notify all persons in the immediate area and vacate the area in case അവിടെ എന്തെങ്കിലും ഇങ്ങനെ എന്തെങ്കിലും സ്പ്രെഡിങ് സംഭവിച്ചു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? ആ ഏരിയ കണ്ടെത്തിയിട്ട് എല്ലാ പേഴ്സൺസും പെട്ടെന്ന് തന്നെ ആ ഏരിയയിൽ നിന്ന് വെക്കേറ്റ് ചെയ്യുക, മാറി നിൽക്കുക. Then cover the spill with the absorbent materials drenched in right disinfectant. അതായത് അത്തരത്തിലുള്ള ചോർച്ച നടക്കുന്ന സ്ഥലത്ത് അബ്സോർബന്റ് മെറ്റീരിയൽ അത് ആഗിരണം ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള മെറ്റീരിയൽസ് ഒക്കെ ഉപയോഗിച്ച് ഡ്രെഞ്ച്ഡ് എന്ന് പറഞ്ഞാൽ നനഞ്ഞ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇൻ റൈറ്റ് ഡിസിൻഫെക്ടന്റ് എന്തെങ്കിലും സൊല്യൂഷൻസ് നനഞ്ഞ് ആദ്യം തന്നെ ക്ലീൻ ചെയ്തതിനു ശേഷം വീണ്ടും എന്തെങ്കിലും സൊല്യൂഷൻസ് മുക്കി അതുകൊണ്ട് ഡിസിൻഫെക്ടന്റ് ചെയ്യണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അണുവിമുക്തമാക്കണമെന്ന്. ഇനി അത് ഏതാന്ന് നോക്കാം. ഹൈപ്പോക്ലോറൈറ്റ് സൊല്യൂഷൻ വിത്ത് എ കോൺസെൻട്രേഷൻ ഓഫ് 1.0% അവൈലബിൾ ക്ലോറിൻ, 80% എത്തനോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഏതെങ്കിലും ആ അണുക്കളെ വിമുക്തമാക്കാനായിട്ട് എന്തെങ്കിലും സൊല്യൂഷന്റെ കൗണ്ട് ഒക്കെ ഉണ്ടാവും അല്ലെ. അതൊക്കെ കറക്റ്റ് ആയിട്ട് അവർക്ക് അറിയാം ഏതൊക്കെ രീതിയിലുള്ള സൊല്യൂഷൻ ആണ് അവിടെ യൂസ് ചെയ്യുന്നത് അല്ലെ. നമ്മൾ ചില
നമ്മളുടേതായ രീതിയിൽ ചില എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ബെറ്റാഡിനും ലെപ്റ്റോളൊക്കെ യൂസ് ചെയ്ത് മുറിവ് ഉണക്കുന്ന മാതിരി തന്നെ ഇത്തരത്തിലുള്ള അണുക്കളെ നിർമ്മാർജ്ജനം ചെയ്യാൻ ഇത്തരത്തിലും പെർസെന്റേജ് ആയിട്ടുള്ള എന്തെങ്കിലും സൊല്യൂഷൻസ് ഒക്കെ യൂസ് ചെയ്യും. അതാണ് പറയുന്നത് ക്ലോറിന്റെ 1.0%, 80% എത്തനോളൊക്കെ അത് കൃത്യമായ അളവിലൊക്കെ യൂസ് ചെയ്ത് അത്തരത്തിലുള്ള അബ്സോർബ് ചെയ്യുന്ന മെറ്റീരിയൽസ് ഒക്കെ യൂസ് ചെയ്തിട്ട് അവിടെ ക്ലീൻ ചെയ്യുക. ദെൻ എവാക്യുവേറ്റ് മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് മാറി ഒഴിഞ്ഞു നിൽക്കുക എന്നൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ലീവ് 10-30 minutes after pouring disinfectant solution around the spiller. അതായത് എന്താ പറയുക 30 മിനിറ്റ് 10 മിനിറ്റ് എന്നൊക്കെ പറഞ്ഞ മാതിരി അത്രയും സമയം അവിടെ നിന്ന് മാറണം. അതായത് ഈ ഏരിയകളിൽ ഇപ്പൊ ഇത് പ്യൂറിംഗ് എന്ന് പറയുന്നത് പകരുന്നു എന്നാണ് പറയുന്നത്. ഇപ്പൊ അത്രയും സമയം കൊണ്ട് അത് എന്താ പറയുക ശരീരത്തിലേക്ക് പ്രവേശിക്കുക അല്ലെ. അപ്പൊ ആ 3 മിനിറ്റ്സ് അവിടെ നിന്ന് നമ്മൾ എന്തെങ്കിലും മാറി നിൽക്കണം. അതിനുശേഷം ആ ഭാഗത്തേക്ക് ഇത്ര സമയം ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ മാനുഫാക്ചേഴ്സ് ഇത്ര സമയമൊക്കെ നമുക്ക് അലോട്ട് ചെയ്യും അത് യൂസ് ചെയ്തിട്ട്. അപ്പൊ അത്രയും സമയം നമ്മൾ മാറി നിൽക്കുക. 10-30 minutes ആഫ്റ്റർ പ്യൂറിംഗ് ഡിസിൻഫെക്ടന്റ് സൊല്യൂഷൻ. ആ സൊല്യൂഷൻ പകർന്നതിന് ശേഷം പകരുന്നു എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പകർന്നതിന് ശേഷം ഒരു 30 മിനിറ്റോളമൊക്കെ നമ്മൾ ലീവ് ചെയ്യുക. ഏറെ സ്പിൽ ചോർച്ച സംഭവിച്ചിരിക്കുന്ന ഏരിയയിൽ നിന്നും റബ്ബ് ദ നിയർബൈ ഏരിയ യൂസിങ് ഡിസിൻഫെക്ടന്റ് സൊല്യൂഷൻ. വീണ്ടും എന്തെങ്കിലും ഉപയോഗിക്കേണ്ടതുണ്ടെങ്കിൽ അതുകൊണ്ട് റബ്ബ് ചെയ്തിട്ടുണ്ട് വീണ്ടും ക്ലീൻ ചെയ്ത് ആ ഏരിയ എന്താ പറയുക ഡിസിൻഫെക്ടന്റ് സൊല്യൂഷൻ ഏരിയയാക്കി മാറ്റുക. അതായത് അണുവിമുക്തമാക്കി മാറ്റുക. ക്ലീൻ ദ സ്പില്ലേജ് ആൻഡ് ഡിസിൻഫെക്ടന്റ് സൊല്യൂഷൻ ആൻഡ് ഷിഫ്റ്റ് ഓൾ പൊല്യൂട്ടഡ് മെറ്റീരിയൽ ടുവാർഡ് അപ്രോപ്രിയേറ്റ് വേസ്റ്റ് കണ്ടെയ്നർ. നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഇത്തരത്തിലുള്ള എന്ത് സംഭവം നമ്മൾ ആ ഏരിയയിൽ അല്ലെ നമ്മൾക്ക് എന്താ പറയുക അണുപ്രസരണം ഒന്നും ഇല്ലാതിരിക്കാൻ ആ ഏരിയയിൽ ഉപയോഗിച്ചിരിക്കുന്ന എല്ലാ വസ്തുക്കളും തന്നെ കറക്റ്റ് ആയിട്ടുള്ള കണ്ടെയ്നർ ബോക്സിൽ നമ്മൾ നിക്ഷേപിക്കണം. നെക്സ്റ്റ് ഇഫ് ദ സ്പില്ലേജ് ഈസ് ഹ്യൂജ് വളരെ വലുതാണെങ്കിൽ ഓർ ഇൻക്ലൂഡ്സ് എ എക്സ്ട്രീംലി ഇൻഫെക്ഷൻ മൈക്രോ ഓർഗാനിസം ക്യാബിനറ്റ് മേ നീഡ് ടു ബി decontaminated with the formaldehyde gas by qualified staff before further use raise incident forms. അതായത് ഇതിൽ പറയുന്നത് ഇത് ഡേഞ്ചർ ആയിട്ട് ഒത്തിരി കൂടുതൽ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഒത്തിരി കൂടുതൽ സ്പില്ലേജ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ ഭാഗത്ത് ഇതെല്ലാം ക്ലീൻ ചെയ്തതിന് ശേഷം ആ ക്യാബിനറ്റും ആ പ്ലേസും എവിടെയാണ് ഇതൊന്നും നമുക്കറിയില്ലല്ലോ. അപ്പൊ ആ സ്ഥലത്തെല്ലാം ഇതെല്ലാം കൈകാര്യം ചെയ്തതിന് ശേഷം വീണ്ടും പറയുന്നുണ്ട് ഫോർമൽഡിഹൈഡ് ഗ്യാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രത്യേകതരം വാതകം ഇല്ലേ. നമ്മൾക്ക് അറിയാം ചില സമയത്തൊക്കെ ഇവിടെ എല്ലാം ക്ലീൻ ചെയ്തതിനു ശേഷം എന്തെങ്കിലുമൊക്കെ വാതകമൊക്കെ ഉപയോഗിച്ച് സ്പ്രെഡ് ചെയ്ത് ആ ഗ്യാസ് ഒക്കെ തുറന്നു വിട്ടു ഒരുതരം വാതകം. അത് അവര് സൊല്യൂഷൻ ആ ഒരു സൊല്യൂഷൻ ആയിരിക്കും അവിടെ യൂസ് ചെയ്തത്. ആ വാതകമെല്ലാം എല്ലാ ഏരിയയിലും ആ ക്യാബിനറ്റിലൊക്കെ യൂസ് ചെയ്ത് ഏതൊക്കെ സ്ഥലമാണോ ആ സ്ഥലങ്ങളിലൊക്കെ യൂസ് ചെയ്തതിനു ശേഷം അവിടെ എല്ലാം ക്ലീൻ ചെയ്ത് എല്ലാം ക്വാളിഫൈഡ് സ്റ്റാഫ് ആയിരിക്കണം അതെല്ലാം കൈകാര്യം ചെയ്യേണ്ടത് അല്ലെ. എല്ലാവർക്കും നമുക്കറിയാമോ എല്ലാവർക്കും ഏത് സൊല്യൂഷനും ഉപയോഗിക്കുന്നതിനും അത് എങ്ങനെയാണോ അവിടെയൊക്കെ ക്ലീൻ ചെയ്യുന്നതെന്ന് അറിയില്ല. അതിന് ട്രെയിൻഡ് സ്റ്റാഫുകളുണ്ടാവും. ആ സ്റ്റാഫ് ആയിരിക്കും അതെല്ലാം കൈകാര്യം ചെയ്യേണ്ടത്. അപ്പൊ ക്വാളിഫൈഡ് ഉള്ള സ്റ്റാഫ് അതൊക്കെ കൈകാര്യം ചെയ്തതിനു ശേഷം നമ്മൾ എന്താ യൂസ് റേസിംഗ് ഇൻസിഡന്റ് ഫോംസ് നമ്മൾ അവസാനത്തെ റിപ്പോർട്ട് സമർപ്പിക്കുക. റിപ്പോർട്ട് എങ്ങനെ ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ നടത്തി കറക്റ്റ് ആയിട്ടാണ് കൈകാര്യം ചെയ്തേക്കുന്നതെന്ന് ഉറപ്പുവരുത്തിയിട്ട് റിപ്പോർട്ട് തയ്യാറാക്കുക. ഇതാണ് എന്ത് നമ്മുടെ ലബോറട്ടറി ഏരിയകളിൽ സംഭവിക്കുന്ന സ്പില്ലേജ് വേസ്റ്റ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞത്. അതും അതിൻ്റെതായ റൂൾസ് അതായത് അതിൻ്റെതായ PPE കിറ്റ് ഒക്കെ ഇട്ട് അവിടേക്ക് ആ ഏരിയയൊക്കെ കണ്ട് അവിടെ നിന്നെല്ലാം വ്യക്തികളൊക്കെ മാറ്റി ഇത്തരം സൊല്യൂഷൻസ് ഒക്കെ കൊടുത്ത് അവിടെ നമ്മുടെ ക്ലീൻ ചെയ്ത് വീണ്ടും ഇത്ര സമയമൊക്കെ അവിടെ നിന്നും വ്യക്തികളും സംഭവങ്ങളൊക്കെ മാറ്റി നിർത്തി അണുവിമുക്തമാക്കിയെന്ന് ഉറപ്പുവരുത്തി. ഇൻ കേസ് ഇത് എന്താ പറയുക ഡേഞ്ചർ ഇച്ചിരി കൂടുതലാണെങ്കിൽ ചിലപ്പോഴെങ്കിൽ അവിടെയെല്ലാം ചിലപ്പോ ചില വാതകത്തിന്റെ ഒക്കെ ഉപയോഗം ആവശ്യമായിട്ട് വന്നേക്കാം. അതും ക്വാളിഫൈഡ് സ്റ്റാഫുകളൊക്കെയാണ് അത് യൂസ് ചെയ്യേണ്ടത്. അതൊക്കെ യൂസ് ചെയ്തതിന് ശേഷം റിപ്പോർട്ട് തയ്യാറാക്കുക. ഓക്കെ ആണോ? 6th പോയിന്റും ഓക്കെ ആണോ? നമുക്കൊരു 7th പോയിന്റ് ഈ പോയിന്റും കൂടി ഉണ്ട്. ഞാൻ കണ്ടിന്യൂ ചെയ്തോട്ടെ. ഇതും കൂടി കഴിഞ്ഞിട്ട് അങ്ങനെ നിർത്തിയാലോ? എളുപ്പം കഴിയും. ഓക്കെ മിസ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഫാർമസ്യൂട്ടിക്കൽ സ്പില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ്. ഓക്കെ,
അപ്പൊ ഫാർമസ്യൂട്ടിക്കൽസ് വില്ലേജ് വേസ്റ്റ് മാനേജ്മെന്റ് നമുക്കറിയാം. ഇപ്പൊ ഹോസ്പിറ്റലിൽ ഏതാണ്ട് എല്ലാ തലങ്ങളൊക്കെ നമ്മൾ കയറി ഇറങ്ങിയല്ലേ. നമ്മള് ഓപ്പറേഷൻ തിയേറ്ററിലും കയറി, ബ്ലഡ് ബാങ്കിലും കയറി, ലബോറട്ടറിയിലൊക്കെ കയറി വില്ലേജ് വേസ്റ്റ് കണ്ടെത്തി. ഇനിയിപ്പോ വീണ്ടും നമ്മൾ കയറിയാണ് എവിടെ, ഫാർമസ്യൂട്ടിക്കൽസ് വില്ലേജ്, ഫാർമസിയിലൊക്കെ കയറിയാണ്. അപ്പൊ ആ ഭാഗത്തേക്ക് നോക്കി സ്റ്റെപ്സ് ടു ടേക്കൺ ഫോർ മാനേജിങ് ഫാർമസ്യൂട്ടിക്കൽസ് വില്ലേജ് വേസ്റ്റ്. അവിടെയുള്ള വില്ലേജ് വേസ്റ്റിനെ കുറിച്ചുള്ള സ്റ്റെപ്സ് ആണ് പറയുന്നത്. യൂസ് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് PPE. Personnel should use suitable PPE like gloves, goggles, and respirators before going to the spill to prevent contact with the dangerous substances. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും, കാരണം റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾക്ക് തന്നെ ബോറടിച്ചിട്ടുണ്ടാവും. നമ്മള് എന്താ പറയുക, PP കിറ്റ് യൂസ് ചെയ്യുക എന്നാണ് ഉദ്ദേശിച്ചത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് contain the spill നോക്കാം. Use absorbent materials such as spill kits to contain the spill and prevent it from spreading. ഇതും നേരത്തെ പറഞ്ഞ പോയിന്റുകൾ തന്നെയാണ്. അബ്സോർബ് ചെയ്യുന്ന തരത്തിലുള്ള ഇൻ കേസ് എന്തെങ്കിലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇപ്പൊ ഫാർമസിയില് ഏതെങ്കിലും ഒരു ബോട്ടില് മരുന്ന് പെട്ടെന്ന് തന്നെ പൊട്ടി അവിടെയൊക്കെ ഒന്ന് എന്താ പറയുക, അവിടെയൊക്കെ വേസ്റ്റ് ആയി അല്ലെ, ആ ഭാഗത്തൊക്കെ സ്പില്ലേജ് സംഭവിച്ചു, അവിടെയൊക്കെ ലീക്ക് ചെയ്തു അല്ലെ, ഒരുപാട് സ്ഥലത്ത് ലീക്ക് ചെയ്ത് കഴിഞ്ഞാലുള്ള സ്റ്റെപ്പുകൾ അത് നിങ്ങൾ ഓർത്താൽ മതി. അപ്പൊ അതൊക്കെ എങ്ങനെ എടുക്കാം, അബ്സോർബ് ചെയ്യുന്ന മെറ്റീരിയൽസ് യൂസ് ചെയ്തല്ലേ എടുക്കാൻ പറ്റുള്ളൂ. ഫുഡ് മെറ്റീരിയൽസിന്റെ ലേബിൾഡ് ഹസാർഡ്സ് ബാഗ്സ് ഓഫ് കണ്ടെയ്നർ ഫോർ ഡിസ്പോസൽ. നമ്മൾ എന്ത് ചെയ്യും, ആ വേസ്റ്റ് വെച്ച് ക്ലീൻ ചെയ്ത സാധനങ്ങളെല്ലാം കറക്റ്റ് ആയിട്ട് ഹസാർഡ്സ് എന്ന ബാഗിൽ നിന്ന് ലേബൽ ചെയ്ത കണ്ടെയ്നർ ബോക്സിൽ നിക്ഷേപിക്കും. ദെൻ ക്ലീൻ അപ്പ് ദ സ്പില്ല്. അവിടെ വീണ്ടും ക്ലീൻ ചെയ്യുന്ന കാര്യം പറയുന്നു. Abide by the manufacturer's directives for the correct use of absorbent materials to clean up the spill. നേരത്തെ പറഞ്ഞ മാത്രം തന്നെ അത് എന്താ പറയുക, ക്ലീൻ ചെയ്യാനോ ഉപയോഗിക്കുന്ന വസ്തുക്കൾ പ്രൊഡ്യൂസേഴ്സ് പറയുന്ന ഡയറക്ഷനോട് കൂടിയിട്ട് കൈകാര്യം ചെയ്യുക. ബി കോഷ്യസ് നോട്ട് ടു സ്പ്രെഡ് ദ ഫാർമസ്യൂട്ടിക്കൽ ഡ്യൂറിങ് ക്ലീൻ അപ്പ്. മറ്റു സ്ഥലങ്ങളിലേക്കൊന്നും സ്പ്രെഡ് ചെയ്യുന്നില്ല, ആ സ്പില്ലേജൊന്നും മറ്റു സ്ഥലങ്ങളിലേക്കൊന്നും എന്താ പറയുക സ്പ്രെഡ് ചെയ്ത് പോകുന്നില്ല എന്ന് ഉറപ്പുവരുത്തുന്ന രീതിയിലായിരിക്കണം ക്ലീൻ ചെയ്യേണ്ടത്. The next dispose of waste. വീണ്ടും ഡിസ്പോസ് ചെയ്യേണ്ടത് all materials that come into contact with the pharmaceutical should be discarded as hazardous waste in labeled bags or containers. അത്തരത്തിലുള്ള hazardous bags ലേബൽ ചെയ്തിരിക്കുന്ന കണ്ടെയ്നേഴ്സിലെല്ലാം ഇത്തരം മെറ്റീരിയൽസ് ക്ലീൻ ചെയ്യുന്ന എല്ലാ മെറ്റീരിയൽസും യൂസ് എന്താ പറയുന്നത് നിക്ഷേപിക്കുക. ഒപ്പം ഫോളോ ലോക്കൽ സ്റ്റേറ്റ് ആൻഡ് ഫെഡറൽ റെഗുലേഷൻസ് ഫോർ ദ ഡിസ്പോസൽ ഓഫ് ഹസാർഡ് വേസ്റ്റ് അല്ലെ. നമുക്കറിയാം പ്രാദേശികമായിട്ടും എന്താ പറയുക സംസ്ഥാനത്തിന്റെയൊക്കെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ച് മാത്രം ഇത്തരം വേസ്റ്റുകളെല്ലാം നശിപ്പിച്ച് കളയാനായിട്ട് ശ്രമിക്കുക. റിപ്പോർട്ട് സ്പിൽ. ഇതെല്ലാം റിപ്പോർട്ട് അവസാനം നമുക്ക് എന്തെങ്കിലും റിപ്പോർട്ട് കൊടുക്കണം അല്ലെ, ഇതൊക്കെ ചെയ്തിരിക്കുന്നത് ഇവിടെ ഇങ്ങനെ ഒരു സ്പില്ല് സംഭവിച്ചു എങ്കിൽ എന്തൊക്കെ ആക്ഷൻസ് എടുത്തു, ഈ രീതിയിലുള്ള സ്റ്റെപ്പുകൾ വഴിയാണ് ഇതൊക്കെ ചെയ്തിരിക്കുന്നത് എന്ന് ഇൻവെസ്റ്റിഗേഷൻ നടത്തിയതിനു ശേഷം റിപ്പോർട്ട് തയ്യാറാക്കുക. സാധാരണ പോയിന്റ് പോലെ തന്നെയാണ്. അപ്പൊ ഞാൻ അതുകൊണ്ട് അത് സ്പീഡിൽ പറഞ്ഞു പോയിന്നേ ഉള്ളൂ. മനസ്സിലായി കാണൂലേ? നമ്മുടെ ലാസ്റ്റ് 10 minutes ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഡൗട്ട് ചോദിക്കാം. ഒപ്പം എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം തന്നതിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് അല്ലെ, ഫ്രണ്ട് ഓഫീസിന്റെ നമ്മൾ 5 questions അല്ലേ എഴുതിയുള്ളൂ, അതും കൂടി തരാനുണ്ട്. അപ്പൊ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാം. ഒപ്പം ഈ ക്വസ്റ്റ്യൻസും കൂടി എഴുതിയെടുക്കുക. ഞാൻ അൺമ്യൂട്ട് ആക്കിയിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? അടുത്ത ഭാഗത്ത് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ? ക്ലിയർ ആവാത്തതുണ്ടോ? നമ്മുടെ ഫ്രണ്ട് ഓഫീസിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് എഴുതാന്ന് പറയുന്നുണ്ട്. ഫ്രണ്ട് ഓഫീസിന്റെ നമ്മൾ ഒരു 5 questions എഴുതിയിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ആൻസർ എഴുതിയെടുക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. നിങ്ങൾ പരസ്പരം ഷെയർ ചെയ്തിട്ട് എഴുതുക. അപ്പോ ഞാനൊന്ന് നോട്ട് കണ്ടിന്യൂ ചെയ്തോട്ടെ. ഞാൻ നോട്ട്സ് എഴുതിക്കോട്ടെ. ഓക്കെ എന്ന് പറയുന്നുണ്ട്. അപ്പോ നിങ്ങൾ എഴുതിക്കോളൂട്ടോ. ബുക്ക് നിങ്ങളുടെ കയ്യിൽ ബുക്കുകൾ ഉണ്ടാവുമല്ലോ അല്ലേ, ഇത് നോട്ട് എഴുതി വെക്കാൻ എടുക്കുന്ന ബുക്കുകൾ എടുക്കുക, എഴുതി തുടങ്ങാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ കീ ഫംഗ്ഷൻ. ഈ ഫ്രണ്ട് ഓഫീസിൽ എപ്പോഴും എന്താ പറയുക തിരിച്ചും മറിച്ചും ചോദിക്കുന്ന ചോദ്യം ആയതുകൊണ്ടാണ് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് തരുന്നത്. ശ്രദ്ധിച്ചെഴുതുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ
കീ ഫങ്ഷൻ ഓഫ് ദ ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ്. അറിയാവുന്നവരൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബഹളാവോ? ഒന്ന് ടൈപ്പ് ചെയ്താലോ? എന്നാലും പറഞ്ഞാലും കുഴപ്പമില്ല. നമുക്ക് കേട്ടോ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ കീ ഫങ്ഷൻ ഓഫ് ദ ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ്? എന്ത് ഫങ്ഷനാണ് ഫ്രണ്ട് ഓഫീസിലെ സ്റ്റാഫിന്റെ ആദ്യത്തെ എന്താ പ്രധാനപ്പെട്ട ആദ്യത്തെ ഫങ്ഷൻ എന്ന് പറയുന്നത് എന്താ? ഞാൻ കണ്ടില്ല കേട്ടോ. ആരെങ്കിലും സെൻഡ് ചെയ്തായിരുന്നു മെസ്സേജ്? ആൻസർ ആരെങ്കിലും എന്നെ സെൻഡ് ചെയ്യോ? വിച്ച് ഓഫ് ദ ഫോളോയിങ് നിങ്ങൾ യൂസ് ചെയ്യണമെന്നില്ല കേട്ടോ. കാരണം ഞാൻ നിങ്ങൾക്ക് ശരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത് എപ്പോഴും മോക്ക് ടെസ്റ്റ് ആയിട്ടുള്ളത്, അതുകൊണ്ടാണ് അങ്ങനത്തെ ക്വസ്റ്റ്യൻ എടുക്കുന്നുള്ളൂ. എന്താ പറയുന്നത്? വിച്ച് ഈസ് ദ കീ ഫങ്ഷൻ ഓഫ് ദ ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ്? വിച്ച് ഈസ് ദ കീ ഫങ്ഷൻ ഓഫ് ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ്? ആർക്കും ആൻസർ അറിയില്ല? ഫസ്റ്റ് സ്റ്റെപ്പ് ഫങ്ഷൻ എന്തായിരിക്കും? ഓക്കെ, അതൊക്കെ അതിനോട് ചേർന്നതാണ്. എന്നാൽ ഫസ്റ്റ് ഫങ്ഷൻ എന്തായിരിക്കും? വിച്ച് ഈസ് ദ കീ ഫങ്ഷൻ ഓഫ് ദ ഫ്രണ്ട് ഓഫീസ്? ഓക്കെ, ഒരാൾ പറഞ്ഞിട്ടുണ്ട് രജിസ്ട്രേഷൻ. ഓക്കെ, രജിസ്ട്രേഷൻ. ഓക്കെ, അത് തന്നെയാണ്. കുഴപ്പമില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നിട്ടുണ്ടെന്നൊക്കെ എനിക്ക് മനസ്സിലായി. കാരണം നമ്മള് ഡിസ്കസ് ചെയ്ത പോയിന്റുകളൊക്കെ നിങ്ങളിൽ നിന്ന് പോകും. എനിക്ക് അതുകൊണ്ട് ഭയങ്കര ഹാപ്പിയാണ്. എന്തായാലും ഫസ്റ്റ് ഫങ്ഷൻ, കീ ഫങ്ഷൻ എന്ന് ചോദിക്കുമ്പോ ഏതാ? രജിസ്റ്ററിങ് പേഷ്യന്റ് ആൻഡ് ക്രിയേറ്റിംഗ് പേഷ്യന്റ് അക്കൗണ്ട്സ്. അതാണ് ആൻസർ. രജിസ്റ്ററിംഗ് പേഷ്യൻസ് ആൻഡ് ക്രിയേറ്റിംഗ് പേഷ്യൻസ് അക്കൗണ്ട്. Registering patients and creating patients account. കിട്ടിയോ? ഓക്കെ, ഒന്നുകൂടി ഞാൻ ക്വസ്റ്റ്യനും ആൻസറും പറയാം. വിച്ച് ഈസ് എ കീ ഫങ്ഷൻ ഓഫ് ദ ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ്? ആൻസർ രജിസ്റ്ററിംഗ് പേഷ്യൻസ് ആൻഡ് ക്രിയേറ്റിംഗ് പേഷ്യന്റ് അക്കൗണ്ട്സ്. പേഷ്യന്റ് അക്കൗണ്ട്സ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? ഇതുമാതിരി തന്നെ ഇപ്പൊ നേരെ ആദ്യം പറഞ്ഞ ഉത്തരമൊക്കെ ഇതിൽ വരുന്നുണ്ട്. വിച്ച് ഓഫ് ദ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ ഓഫ് ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ്? വിച്ച് ഓഫ് ദ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ? വിച്ച് ഓഫ് ദ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ ഫോർ ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ്? ഫ്രണ്ട് ഓഫീസിലെ സ്റ്റാഫിനെ ഏറ്റവും കൂടുതൽ നല്ല പെർഫോം കാഴ്ചവെക്കുന്ന ഒരു സ്റ്റാഫാണെന്ന് എങ്ങനെ അഭിപ്രായപ്പെടാൻ സാധിക്കും? വിച്ച് ഓഫ് ദ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ് ആണ് ചോദ്യം. എന്തായിരിക്കും ആൻസർ? വിച്ച് ഓഫ് ദ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ്? ഒരു ആൻസറും കൂടി വന്നിട്ടുണ്ടായിരുന്നു ഇതിനു മുമ്പ്. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ. ഓക്കെ, ഈ പറഞ്ഞതൊക്കെ നല്ലതാണ്. എന്താ പറയാ, നല്ല വെൽക്കമിങ് ചെയ്ത് നല്ല ഫീഡ്ബാക്ക് ഒക്കെ കൈകാര്യം ചെയ്ത് പോയാൽ മാത്രമേ പേഷ്യന്റ് സാറ്റിസ്ഫൈ ആവുള്ളൂ, അല്ലെ? അത് തന്നെ ആൻസർ. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. ഓക്കെ, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ. Which of the key performance indicator front office staff ആണ് ചോദിച്ചത്. അപ്പൊ അതിന്റെ ആൻസർ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കിടക്കാം. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ദ ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ്? വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ്? പേഷ്യന്റ് എലിജിബിലിറ്റി ചെക്ക്. What is the purpose of the front office staff conducting patient eligibility check? നമ്മൾ എന്താ പറയാ, ഈ എന്തിനെങ്കിലും എലിജിബിലിറ്റി നോക്കുന്ന മാതിരി ഈ ഹോസ്പിറ്റലിൽ എന്തിന്റെ എലിജിബിലിറ്റിയാ നോക്കുന്നവര്? പേഷ്യന്റിന്റെ എന്ത് എലിജിബിലിറ്റിയാ ചെക്ക് ചെയ്യ പ്രധാനമായിട്ടും?
എന്തായിരിക്കും അവർക്ക് ഇൻഷുറൻസ്? ഓക്കെ, എന്തോ ഒന്നുകൂടി പറഞ്ഞേ. സാറ്റിസ്ഫാക്ഷൻ ആണോ? സാറ്റിസ്ഫാക്ഷൻ അല്ല, അവർക്ക് എന്തെങ്കിലും എന്താ പറയുക, നമുക്ക് പേയ്മെന്റ്സ് ഒക്കെ കൊടുക്കുമ്പോ ഇൻഷുറൻസ് ഉണ്ടോന്നോ അല്ലെ? നമ്മള് പൊതുവെ അവർക്ക് ആ എലിജിബിൾ ആണോ, ഏതെങ്കിലും ഇൻഷുറൻസിന് എലിജിബിൾ ആയ പേഷ്യന്റ് ആണോ എന്ന് നോക്കും അല്ലെ? അതാണ് ക്വസ്റ്റ്യൻ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യോ? പർപ്പസ്. മാം ക്വസ്റ്റ്യൻ ഒന്നും കൂടെ അതോടെ പറയാം. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ദ ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ്? വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ദ ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ്? കണ്ടക്ടിങ് പേഷ്യന്റ് എലിജിബിലിറ്റി ചെക്ക്. കണ്ടക്ടിങ് പേഷ്യന്റ് എലിജിബിലിറ്റി ചെക്ക്. What is the purpose of the front office staff? മിസ് സ്ലോ ആയിട്ട് പറയാമോ മിസ് ക്വസ്റ്റ്യൻസ്? Okay, okay. What is the സ്ലോ purpose ആയിട്ട് of? പറയാമോ ക്വസ്റ്റ്യൻസ്? ഞാനിപ്പോൾ സ്ലോ ആയിട്ട് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങള് സ്ലോ ആയിട്ട് എഴുതുന്നവർക്ക് ഒന്നും കൂടി ഇത് ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടല്ലേ ഒരു ഗ്യാപ്പ് കഴിഞ്ഞ് വരുന്നവർക്ക് എഴുതാൻ താമസം വരും മിസ്, അതുകൊണ്ടാണേ. ഒരു ഗ്യാപ്പ് കഴിഞ്ഞ് വരുന്നവർക്ക് എഴുതാൻ ഇച്ചിരി പാടാണ്, അതുകൊണ്ടാണ് മിസ്സിനോട് പറയുന്നത്. Okay, okay, okay. What is the purpose of the front office staff? Front office staff conducting patient eligibility check. Conducting patient eligibility check. Okay. Answer: to verify patient insurance coverage. To verify patient insurance coverage. To verify patient insurance coverage. ഞാനിപ്പോ ഇന്ന് 3 ക്വസ്റ്റ്യൻ ഇട്ടിട്ടുള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് അപ്പൊ അടുത്ത ക്ലാസ്സിൽ തരട്ടെ? മിസ് ഇത് ക്ലാസ് റൂമിന്റെ അകത്ത് അപ്ലോഡ് ചെയ്യുമോ? ഓ ഇല്ല, ഇത് ക്വസ്റ്റ്യൻസ് എന്തായാലും ഇവിടെ തന്നെ കൊടുക്കണമെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ക്വസ്റ്റ്യൻസ് നമ്മൾ കൊടുക്കുന്നുണ്ട് എങ്കിൽ അത് ഇപ്പൊ തന്നെ ലൈവ് ക്ലാസ്സിൽ തന്നെ കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളെ ക്വസ്റ്റ്യൻസ് കൊടുക്കുന്നത് ഇവിടെ തന്നെ ആയിരിക്കും. മോക്ക് ടെസ്റ്റിന്റെ നിങ്ങൾക്ക് എന്തായാലും ഇവിടെ നിന്ന് തരും. ഓക്കെ, അപ്പോ ഈ ക്ലാസ് നമുക്ക് ഇങ്ങനെ വൈൻഡപ്പ് ചെയ്യാം. ബാക്കി ക്വസ്റ്റ്യൻസ് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ മിസ്. Okay. Okay, bye. Thank you.